ദൈവവചനം എല്ലാം കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാൻ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിശ്വാസത്തോടെ നമ്മുടെ രോഗികളെല്ലാം കർത്താവ് വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യാമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ മാസം ഈ ദൈവസഭയിൽ വെച്ച് നടക്കുന്ന 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത്തെ സെഷൻ നമുക്ക് കൂടി വരാൻ കർത്താവ് സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിനരാത്രങ്ങളെല്ലാം കർത്താവിൻ്റെ കൃപ കൂടെ ഉണ്ടായിരുന്നു. ദൈവസഭയ്ക്ക് ആവശ്യമായ ദൈവവചനങ്ങളെല്ലാം പകർന്നു നൽകുവാൻ കടന്നു വന്ന ദൈവദാസന്മാരെ എല്ലാം ബലപ്പെടുത്തി. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ദൈവദാസന്മാർ, സദസ്സിലായിരിക്കുന്ന ദൈവദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. തുടർന്ന് നാം ദൈവവചനം കേൾക്കുവാൻ ഉള്ള സമയമാണ്. ഇന്ന് ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന പാസ്റ്റർ ക്ലെമൻ ജോസ്, പ്രിയ ദേവദാസിനെ വളരെ സ്നേഹത്തോടെ ഈ ദൈവസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന ഒരു ദേവദാസനാണ്. നമുക്ക് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളോട് മോശയോട് പറയുന്നൊരു ഭാഗമാണ്. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും, ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. ഹല്ലേലൂയ. അവർ ഓർപ്പിക്കുന്നത് എൻ്റെ വാക്ക് കേട്ട്, ആദ്യം വചനം കേൾക്കണം, അടുത്തത് അനുസരിക്കണം, എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഹല്ലേലൂയ. നാം കേൾക്കുന്ന വചനങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുവാനും അത് അനുസരിക്കുവാനും പ്രമാണിക്കുവാനുള്ള തീരുമാനത്തോടെ നമുക്കായിരിക്കാം. തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട പാസ്റ്റർ ക്ലെമൻ ജോസ്, പ്രിയ ദേവദാസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. കരപൂർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്താവിൻ്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ ഈ ശനിയാഴ്ച പകൽക്കാലം കർത്താവിൻ്റെ മുൻപാകെയായിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നിങ്ങനെ ഒരു മുഖാന്തരം ഒരുക്കിയ ക്രിസ്തുവിൽ വളരെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ദിവ്യദാസൻ M.I. വർഗീസ് മാസ്റ്റർ അവர்கள், കുടുംബം, വേദിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്തൃദാസനായി സ്തോത്രം. വീണ്ടും ചില ദീർഘവർഷങ്ങൾക്ക് ശേഷം ഈ സഭയുടെ ബന്ധത്തിൽ കടന്നു വരുവാൻ അവസരമൊരുക്കിയ ദൈവദാസനും സഭയ്ക്കും ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ ഓർപ്പിക്കുന്നു. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. അതെത്ര പേരെ അനുഭവിക്കുന്നുണ്ട്? ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാണ്. ഈ മീറ്റിങ്ങിന് ലൈറ്റ് കൊടുത്ത സമയം മുതൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയൊക്കെ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സാന്നിധ്യം നാം വ്യക്തിപരമായി അനുഭവിക്കാൻ വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുന്നു. അല്പസമയം കർത്താവ് ഏൽപ്പിച്ച ആലോചന കൈമാറി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ദൈവവചന ശുശ്രൂഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. അതിലൊരു ഭാഗം മുഖവരിയായിട്ട് ഓർപ്പിച്ച ശേഷമായി എന്നെ പക്കൽ ഫലമേൽപ്പിച്ച ദൂത് അറിയിച്ച് പ്രാർത്ഥിക്കുവാൻ ധരണപ്പെടുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം എൻ്റെ പ്രസംഗ വിഷയമല്ലെങ്കിൽ തന്നെയും ഒന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായം അതിൻ്റെ 5-ാമത് വാക്യം. ശീലാസും തീമത്തിയോസും മക്കദോനിയിൽ നിന്ന് വന്നാറേ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് പൂണ്ടിട്ട് യേശു തന്നെ ക്രിസ്തുവെന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ച്. എത്ര പേർക്ക് മനസ്സിലായി? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 2 അഭിഷിക്ത ദൈവദാസന്മാരുടെ പേര് നാം കണ്ടു, ശീലാസും തീമത്തിയോസും. അവരെവിടുന്ന് വന്നതാ? മക്കദോനിൽ നിന്ന് വന്നാറേ.
ഈ രണ്ട് അഭിഷിക്ത ദൈവദാസന്മാരെ പൗലോസ് അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ പൗലോസിന് പ്രസംഗിക്കുവാൻ, യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ എന്താ ഉണ്ടായി? ശുഷ്കാന്തി ഉണ്ടായി. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, ശുഷ്കാന്തി ഉണ്ടായി. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിരിക്കുന്ന ദൈവജനത്തിനുണ്ടാകുമെങ്കിൽ അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി ഇതിന് നടുവിൽ ചലിക്കപ്പെടാൻ പോകുകയാണ്. പൗലോസ് എത്രയോ പ്രാവശ്യം യഹൂദന്മാർ നടുവിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചവനാ. പക്ഷെ അന്നേരം ഒന്നുമില്ലാത്ത ഒരു ചൈതന്യം ഈ വന്ന രണ്ടുപേരെ കണ്ടപ്പോൾ ശുശ്രൂഷിപ്പാൻ ഒരു പ്രത്യേക ശുഷ്കാന്തിയും ചൈതന്യവും ഉത്സാഹവും പൗലോസിന് കിട്ടിയെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ഈ പ്രതീക്ഷ ഉണ്ടാകണം. ഞാൻ വന്നത് വീട്ടിൽ നിന്നുള്ള എൻ്റെ ആലയത്തിലേക്കുള്ള വരവ്, ഞാൻ വന്നത് മുഖാന്തരം ഇന്നത്തെ ശുശ്രൂഷയ്ക്കൊരു അസാധാരണ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ദൈവജനം കരമടിച്ച് അല്പനിമിഷങ്ങൾ കർത്താവിന് നന്ദി പറഞ്ഞ് ശക്തിയോടെ സ്തോത്രം ചെയ്യുക. ഞാൻ വന്നത്, എൻ്റെ ഇന്നത്തെ വരവ്, ഇന്നത്തെ ശുശ്രൂഷയ്ക്കൊരു മാറ്റമുണ്ടാകുമെന്ന് കൊതിക്കുന്ന എത്ര പേര് എന്നെ കേൾക്കുന്നുണ്ട്? അല്പനിമിഷങ്ങൾ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാം. Thank you, Jesus. Oh, Jesus. സ്തോത്രം, സ്തോത്രം. ചിലർ വന്നു കഴിഞ്ഞാൽ, ചിലരെ കണ്ടു കഴിഞ്ഞാൽ ശുശ്രൂഷ തന്നെ വെളിപ്പെടും. ചിലർ വന്നാൽ ശുശ്രൂഷയ്ക്കൊരു അനുഗ്രഹമാണ്. പക്ഷെ ചിലർ വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. സ്തോത്രം പറഞ്ഞാട്ടെ, മനസ്സിലായവർ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഒരു ദർശനത്തോട് വേണം പകൽക്കാലം ഇരിക്കേണ്ടത്. എൻ്റെ ഇന്നത്തെ വരവ് ആമേൻ ദൈവദാസൻ്റെ ശുശ്രൂഷയ്ക്കൊരു ചേഞ്ച് ഉണ്ടാകണമെന്ന് എത്ര പേർ പ്രതീക്ഷിക്കുന്നുണ്ട്? ആ ഒരുക്കത്തോട് നമുക്കായിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് വേണ്ടത്, ദൈവത്തിന് ആവശ്യം നമ്മുടെ പുറമേയുള്ള ഈ ബോഡിയല്ല. ആണോ? ഒരിക്കലുമല്ല. ദൈവത്തിന് ആവശ്യം, കർത്താവിന് ആവശ്യം നമ്മുടെ മനസ്സാണ്. ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പലരുടെ മനസ്സിൽ പല സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇത് പറഞ്ഞപ്പോൾ തിരിച്ച് വന്ന് കാണുമെന്ന് വിശ്വസിക്കുക. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന് ആവശ്യം നമ്മുടെ മനസ്സാണ്. ഹല്ലേലൂയ. ഇവിടെ കുറച്ച് പേർ വന്നിട്ടുണ്ട്. വന്നവരുടെ ആചാര് ഒരുപക്ഷെ സഭയിലെ ശുശ്രൂഷകൻ എടുക്കും. ഇന്ന വ്യക്തി വന്നിട്ടുണ്ട്, ഇന്ന പൈതൽ വന്നിട്ടുണ്ട്, ഇന്ന സഹോദരി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരുന്നിട്ട് നിങ്ങളുടെ മനസ്സ് വേറെ എങ്ങോട്ട് ചലിച്ചു കഴിഞ്ഞാൽ അവൻ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രസൻ്റ് അല്ല. എത്ര പേർക്ക് മനസ്സിലായി? ഈ പകൽക്കാലം ചില ദൈവിക വിടുതലുകൾ പകൽക്കാലം വെളിപ്പെട്ടു വരും. ആമേൻ. ഒരുമിച്ച് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. 2-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത് വാക്യം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. 2-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത് വാക്യം. എന്നോട് ചോദിച്ചു കൊള്ളുക, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. മതി. എല്ലാ കണ്ണും ഒരു നിമിഷം അടച്ച് അല്പനിമിഷങ്ങൾ പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ എത്ര പേരുണ്ട്? എല്ലാവരും അല്പനിമിഷങ്ങൾ അഭിഷേകം പ്രാപിച്ച ദൈവജനം അന്യഭാഷയിൽ അല്പനിമിഷങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. ഓ ജീസസ്, ഹല്ലേലൂയ. കൃപ പ്രാപിച്ച ദൈവജനം ഈ പകൽക്കാലം വെറുതെ ഇരിക്കരുത്. ആത്മാവിൻ്റെ ചലനമുണ്ടാകട്ടെ. കരമടിച്ച് അല്പനിമിഷങ്ങൾ വായിച്ച വചനത്തിൻ്റെ ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങിച്ചെല്ലേണ്ടതിനായി ഒരുമിച്ച് ശക്തമായി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആലോചനകളെ മറിച്ചിടുന്ന, വെളിപ്പാടിൻ്റെ ശക്തിയെ മറപിടിപ്പിക്കുന്ന അന്ധകാര ശക്തികൾ, ഇരുട്ടിൻ്റെ ശക്തികൾ, ദേശാധിപതി ബന്ധനങ്ങൾ ഈ പകൽക്കാലം അഴിയട്ടെ യേശുവിൻ നാമത്തിൽ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അല്പനിമിഷം എല്ലാവരും ആത്മാവിൽ സഞ്ചരിച്ച് ഓ രക്തം രക്തം രക്തം
ശലാബാരാബ ധുരാജനദനയ അത്തര ഹംതര ചൂടമ നഗസി ശബലബരബരഗദരഗടഗസിയാദനെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ വചനത്തെ വായിക്കുവാൻ കൃപ ചെയ്തുവല്ലോ. അവിടുത്തെ ശബ്ദം കർത്താവ് കേൾപ്പിക്കണമേ. എല്ലാ തടസ്സങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ഞങ്ങളുടെ കൃപയും സാന്നിധ്യം അനുഭവിപ്പാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. കരമുയർത്തി ഒരു പ്രാവശ്യം കൂടെ സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ടതായൊരു വചനമാണ് വായിച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിമിഷത്തിൽ ഈ ദൂതൻ്റെ മനസ്സിൽ ശക്തമായി ഉടക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നൽകിയ ചില ആലോചനകൾ പകൽക്കാലം ഓർപ്പിച്ച് ഇരിപ്പാൻ താല്പര്യപ്പെടുന്ന സമയം ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്. വളരെ ഒരുക്കത്തോടെ നമുക്കായിരിക്കും. ഇനിയുള്ള അല്പനിമിഷങ്ങൾ എന്തെങ്കിലും പ്രാപിപ്പാനുള്ള ഒരുക്കത്തോടെ ഇരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ശക്തിയോടെ രാമയും പറഞ്ഞാട്ടെ. ആമേൻ. 2-ാം സങ്കീർത്തനം 8-ാം വാക്യമാണ് വായിച്ചത്. അതിനകത്ത് നമ്മൾ വായിച്ച വാക്യത്തിൽ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാളുകളായി ചോദിക്കുന്ന ചില വിഷയങ്ങൾക്ക് വിടുതൽ ദൈവം പകരപ്പെടാൻ പോവുകയാണ്. ചില അവകാശങ്ങൾ ഈ പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഹല്ലേലൂയ. ഈ അവകാശങ്ങൾ പ്രാപിച്ചെടുക്കണമെങ്കിൽ ദൈവവചനം പറയുന്നു, നാം ദൈവത്തോട് ചോദിക്കണം. ആമേൻ. അങ്ങനെ ചോദിച്ചാൽ ചോദിക്കുന്ന തൻ്റെ ജനത്തിന് വേണ്ടി ചില അവകാശങ്ങൾ ദൈവം വിഭാഗിച്ചു തരാൻ പോകുകയാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഹല്ലേലൂയ. രക്തം ജയം കൊടുക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. വർഷങ്ങളായി ദൈവത്തോട് അപേക്ഷിക്കുന്ന, വർഷങ്ങളായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചോദിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുന്നു, നിന്റെ അവകാശങ്ങളെ ദൈവം നിനക്ക് വേണ്ടി വിഭാഗിക്കുവാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. യെസ്. ആരാധന ഹാദര ജഗലഘടകസ്യാന. ആമേൻ. ഈ ഭൂമിയിൽ നമുക്ക് എന്തെല്ലാം അവകാശങ്ങൾ നേടിയെടുത്താലും അതെല്ലാം താൽക്കാലികമാണ്. വചനം പറയുന്നു, അളവ് നൂൽ മനോഹര ദേശത്ത് വീണിരിക്കുന്നു. നല്ലൊരവകാശം നമുക്ക് ദൈവം തന്നിരിക്കുക. ഇവിടെ എന്തൊക്കെ നേടിയാലും അതിനൊരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. പക്ഷേ നമ്മുടെ ശ്രേഷ്ഠകരമാകുന്ന അവകാശം എന്ന് പറയുന്നത് നിത്യതയാണ്. അതൊരിക്കലും മറക്കരുത്. ഞാനിന്ന് പകൽക്കാലം അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് ചോദിച്ച് ചില അവകാശങ്ങൾ നേടിയെടുത്ത ഒത്തിരി അഭിഷിക്തന്മാരെ, ദൈവദാസിമാരെ ഒക്കെ നമുക്ക് വേദപുസ്തകത്തിൽ പഠിക്കാൻ കഴിയും. അതിൻ്റെ ഒരു ഭാഗം ഈ പകൽക്കാലം ഒന്ന് അടർത്തിയെടുത്ത് ശുശ്രൂഷിപ്പാൻ താല്പര്യപ്പെടുന്നു. ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചോദിച്ച, അനുഗ്രഹം പ്രാപിച്ച, അവകാശം പ്രാപിച്ച അനവധി വ്യക്തികൾ ബൈബിളിലുണ്ട്. അതിലൊരാളെ മാത്രം നിങ്ങളെ മുൻ പരിചയപ്പെടുത്തി ഈ പകൽക്കാലത്ത് ശുശ്രൂഷ പ്രാർത്ഥിച്ച് എനിക്ക് നൽകിയ സമയപരിധിക്കുള്ളിൽ ഇരിപ്പാൻ താല്പര്യപ്പെടുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് വായിക്കാം യോശുവയുടെ പുസ്തകം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 15-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. വായിച്ചോ. കിര്യത്ത് സേഫർ, ജയിക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സായെ ഭാര്യയായി കൊടുക്കുമെന്ന് കാലേബ് പറഞ്ഞു. കാലേബിൻ്റെ സഹോദരനായ കെനസിൻ്റെ മകൻ ഒത്നിയേൽ അതിനെ പിടിച്ചു. അവൻ തൻ്റെ മകൾ അക്സായെ അവന് ഭാര്യയായി കൊടുത്തു. അവൾ വന്നാറെ തൻ്റെ അപ്പനോട് ഒരു നിലം ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട്, നിനക്ക് എന്തു വേണമെന്ന്. ആ ഭാഗം ശ്രദ്ധിക്കണം. കാലേബ്
അവളോട് നിനക്കെന്ത് വേണമെന്ന് ചോദിച്ചു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിനക്കെന്ത് വേണമെന്ന് ചോദിച്ചു. നമ്മുടെ കുറിവാക്യം ഒന്ന് പറഞ്ഞാട്ടെ. നീ ചോദിച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, നിങ്ങളത് മനഃപ്പാഠമായി കാണാൻ പഠിച്ചു വെച്ചോളാം. സ്തോത്രം. കാലേബിൻ്റെ ഏകമകളായ അക്സ തൻ്റെ പിതാവ് ഈ മകളോട് ചോദിക്കുന്നു, നിനക്കെന്ത് വേണം? ഹല്ലേലൂയ. അന്നേരം അവളെ മറുപടി എന്താ? എനിക്കൊരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു അവകാശം തരേണം. നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്, നീരുറവകളെയും കൂടി എനിക്ക് തരേണമെന്ന് അവൾ ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യം, അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകളെ കൊടുത്തു. കരമെടുത്ത് രാമയും പറഞ്ഞാട്ടെ. ശ്രദ്ധിക്കുക, ഞാൻ ഈ അടുത്ത കാലത്താണ് ഈ വിഷയം ദൈവമുൻപാകെ പ്രാർത്ഥിക്കുകയും ഒരുക്കുകയും ചെയ്തത്. അതിൽ നിന്ന് ലഭിക്കപ്പെട്ട ചില സന്ദേശങ്ങൾ ഈ സഭയോട് പറയുവാൻ പരിശുദ്ധാത്മ ആവശ്യപ്പെട്ടത് നിങ്ങളെ ഓർപ്പിച്ച് വേഗത്തിലിരിക്കാൻ താല്പര്യപ്പെടുകയാണ്. എല്ലാവർക്കും സന്തോഷമാണല്ലോ. ഹല്ലേലൂയ. നമുക്ക് വചനം കൂടെ ചിന്തിക്കാൻ നല്ലതായിരിക്കും. സ്തോത്രം. കാലേബിൻ്റെ ഏകമകളായ അക്സ. അപ്പോൾ എൻ്റെ വർഷങ്ങളായുള്ള ഒരു ചിന്ത, കാലേബിന് ഒരു മകളെ ഉണ്ട് എന്നുള്ള ചിന്തയായിരുന്നു. കാലേബിന് ഒരു മകൾ മാത്രമാണോ? എൻ്റെ ചിന്ത അങ്ങനെയായിരുന്നു. പക്ഷെ പുസ്തകം പഠിച്ചു വന്നപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ, കാലേബിന് ഒരു മകളല്ല. സ്വതന്ത്രം ബൈസലോ. 1 ദിനവൃത്താന്ത പുസ്തകം എടുത്താട്ട് 4:15 ഒന്ന് വായിക്കും. 1 ദിനവൃത്താന്തം 4:15 എടുത്ത് വായിക്കണേ. 1 ദിനവൃത്താന്തം 4:15 മുതൽ ഉറച്ചു വായിച്ചേ. യെഫുന്നയുടെ മകനായ കാലേബിന്റെ പുത്രന്മാർ ഈരു, ഏല, ന്യായം. ശ്രദ്ധിക്കണേ, ആ പേരൊക്കെ ഒത്തിരി കട്ടിയുള്ള പേരുകളാണ്. കാലേബിന്റെ പുത്രന്മാരായിരിക്കുന്ന ഈരു, ഏല, ന്യായം. സ്തോത്രം. 3 പുത്രന്മാർ. അപ്പോൾ ഒരു മകൾ മാത്രമാണോ? ആണോ? അല്ല. 2:46 അതിൻ്റെ 2-ാം 46 വാക്യം. കാലേബിന്റെ വെപ്പാട്ടിയായ ഹാരാനെയും മോസയെയും. അവിടെ 2 തലമുറകൾ. സ്വന്തം ഭാര്യയിൽ 3 തലമുറകൾ, ആൺതലമുറകൾ. ഇരു, ഏല, ന്യായം. വെപ്പാട്ടിയിൽ ജനിച്ച 2 പുത്രന്മാർ ആരൊക്കെയാ? ഹാരാനെയും മോസയെയും ഗാസേസിനെയും പ്രസവിച്ചു. ചേർന്നാമയും പറഞ്ഞാട്ടെ. ഇവിടെ 3 പേരെ കാണുന്നുണ്ട്. അതിന് 48-ാം വാക്യം വായിക്കണം. കാലേബിന്റെ വെപ്പാട്ടിയായ മയഖ ശേഖേരിനെയും തിർഹനെയും പ്രസവിച്ചു. അപ്പോൾ എത്ര പേരായി? 5. എത്ര പേരായി? 5. 5 അല്ലല്ലോ, 8 ഇല്ലേ? ആദ്യം 3, രണ്ടാമത് 3, പിന്നെ 2, ഇപ്പം 2. അപ്പം എത്ര പേരായി? 8. അവൻ. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണേ. 8 തടിമിടക്കന്മാരായ, മസിൽ പവറുള്ള, സൗന്ദര്യമുള്ള, ചുണക്കുട്ടന്മാരായ 8 ആൺപുത്രന്മാർ അക്സ കൂടാതെ കാലേബിനുണ്ട്. രാമയം പറഞ്ഞാട്ടെ. പിടികിട്ടിയ രാമയം പറഞ്ഞാട്ടെ. പിശലോ ഇല്ലേ? നല്ല ആരോഗ്യദൃഢരായിരിക്കുന്ന, നല്ല മസിൽ പവറുള്ള, സൗന്ദര്യമുള്ള, ആരോഗ്യമുള്ള. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എൻ്റെ ഭാഷയിൽ പറഞ്ഞ 6 പാക്കൊക്കെ ഉള്ള പൈസലോ. ഹല്ലേലൂയ. ആൺപുത്രന്മാർ 8 ആൺപുത്രന്മാർ ആർക്കുണ്ട്? അക്സ കൂടാതെ കാലേബിനുണ്ട്. പക്ഷെ വർഷങ്ങളായുള്ള എൻ്റെ ഒരു ചിന്ത, അക്സ മാത്രമേ കാലേബിനുണ്ടായിരുന്നു എന്നുള്ള ചിന്തയായിരുന്നു. ഇനി ഇവരെക്കുറിച്ച് ബൈബിൾ പരാമർശിക്കുന്നത്, ഇവരൊക്കെ ജനിച്ചു, കുറച്ച് വർഷങ്ങൾ ഭൂമിയിൽ അടിച്ചു പൊളിച്ച് ജീവിച്ചു, അവസാനം മരിച്ചു എന്നുള്ളതല്ലാതെ വേറെ ഒരു പരാമർശം ഈ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നില്ല.
സ്തോത്രം. ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കണം, ഇവരെക്കുറിച്ച് അത്രേ ഭാഗമേ ബൈബിൾ കാണുന്നുള്ളൂ. കുറച്ച് വർഷങ്ങൾ ജീവിച്ചു, അടിച്ചു പൊളിച്ച് ജീവിച്ചു, അവസാനം എല്ലാവരും ഭൂമിയിൽ നിന്ന് മറ്റപ്പെട്ടു പോയി. വേറൊറ്റ കാര്യവും ഈ 8 പുത്രന്മാരെക്കുറിച്ച് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഇനി അക്സയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇനിയാണ് ദൂതിലേക്ക് കയറാൻ പോവുകയാണ്. സന്തോഷമുള്ള രാമയും പറഞ്ഞാട്ടെ. അക്സ ജനിച്ചത് മാത്രമല്ല, രാമയും പറഞ്ഞാട്ടെ, ജീവിച്ചത് മാത്രമല്ല, അവൾ ജീവിച്ചിരുന്ന സമയത്ത് അവൾ അപ്പനോട് ചില അവകാശങ്ങൾ ചോദിച്ചു പ്രാപിച്ചു. ആമേൻ പറഞ്ഞാട്ടെ. ചോദിച്ച് പ്രാപിച്ച അവകാശം നിലനിൽക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്ന് നാം ഇവിടെ വന്നിരിക്കുന്നത് സ്വർഗീയ അപ്പന്റെ മുൻപിലാ. ആമേൻ പറഞ്ഞാട്ടെ. സ്വർഗീയ അപ്പന്റെ മുൻപിലാ. നിങ്ങൾ മസിൽ പവർ കാണിച്ചിരിക്കരുത്. ഈ പകൽക്കാലം ആത്മാവ് ദൂട് പറയുകയാണ്. ബാക്കി 8 ആൺപുത്രന്മാർ കുറച്ച് വർഷങ്ങൾ ഭൂമിയിൽ ജീവിച്ചു. അവർ ജനിച്ചു മരിച്ചു പോയപ്പോൾ അക്സ അങ്ങനെയല്ല. അവൾ അപ്പനോട് ചില അവകാശങ്ങൾ ചോദിച്ചു പ്രാപിക്കാൻ കഴിഞ്ഞു. പ്രാപിച്ച അവകാശം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് അത് നിലനിൽക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ സ്വല്പ നിമിഷങ്ങൾ സ്വർഗത്തിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ പകർന്ന് ഈ പകൽക്കാൽ ദൂതന് മുൻപാകെ പ്രതികരിച്ച് ഈ പകൽക്കാലത്ത് സെക്ഷൻ തീരുമുന്നമേ, ഈ സെക്ഷൻ തീരുമുന്നമേ, ഞാൻ ഇന്ന് ചിലത് പ്രാപിക്കും. ദൈവത്തിന്റെ സന്നിധിയിൽ ചിലത് പ്രാപിക്കാൻ പോകുകയാ. സഹോദരന്മാർ അതിനുവേണ്ടി ഒരുക്കപ്പെടാ. വേസ്, ഞാൻ എൻ്റെ അപ്പനോട് ചിലത് ചോദിച്ച് പ്രാപിക്കാൻ പോകുകയാ. യെസ്, കരങ്ങളെ തട്ടി അല്പനിമിഷങ്ങൾ കരമടിച്ച് വായെ തുറന്ന് ഒരു വെല്ലുവിളിയായി ഈ പകൽക്കാലം ഒരു വെല്ലുവിളിയായി ദൂതനെ ഏറ്റെടുക്കുക. ഞാൻ വന്നത് മാത്രമല്ല, ഈ സക്ഷം തീരുമുന്നമേ, ഈ ദൂത് തീരുമുന്നമേ, ഞാൻ എൻ്റെ സ്വർഗീയ പിതാവിനോട് ചില അവകാശങ്ങൾ ചോദിച്ചു പ്രാപിക്കും. ഒരു വെല്ലുവിളി പോലെ ഏറ്റെടുക്കാം, ദൂതനെ ഏറ്റെടുക്കാം. യെസ്, ദൂത് കേട്ടുകൊണ്ടിരിക്കാനല്ല, വർഷങ്ങൾ കേൾക്കേണ്ട ദൂത് അത് ഇനി കേൾക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കേട്ട ദൂതനെ ഈ പ്രാർത്ഥനയ്ക്കകത്ത്, ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഞാനത് പ്രാപിക്കും. യെസ്, നിന്റെ തലമുറയെക്കുറിച്ച് പറഞ്ഞത്, നിന്റെ സഭയെക്കുറിച്ച് പറഞ്ഞത്, നിന്റെ മിനിസ്ട്രിയെക്കുറിച്ച് പറഞ്ഞ ചില അവകാശങ്ങൾ ഞാൻ എൻ്റെ അപ്പനോട് ഇന്ന് ചോദിച്ചു പ്രാപിക്കും. ഈ ദൂതൊരു വെല്ലുവിളി ഏറ്റെടുക്കണം. എത്ര പേർക്ക് തന്നെ കഴിയും? സ്തോത്രം. ഞാൻ അതുകൊണ്ട് അക്സയെക്കുറിച്ച് ഇന്ന് തൻ്റെ ഇടത്തോടെ ഞാൻ പ്രസംഗിക്കുന്നത്. സ്തോത്രം. ഒരു ആമേൻ പറഞ്ഞാട്ടെ. അതുകൊണ്ട് നാം അവിടെ വന്നിരിക്കുന്നത് 6 മുമ്പിലല്ല. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലാണ്. ആ ഒരുക്കത്തോടെ വേണം പകൽക്കാലം ഇരിക്കേണ്ടത്. ആമേൻ. ഞാൻ ഇന്ന് ചിലത് പ്രാപിക്കും. ഒരാമേൻ പറഞ്ഞാട്ടെ. പ്രാപിച്ചത് അക്സ. ആമേൻ. കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ടും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പ്രാപിച്ച ദൈവകൃപ നിലനിർത്താൻ കഴിഞ്ഞുവെങ്കിൽ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനകൾ വർഷങ്ങൾ കഴിഞ്ഞാലോ മറക്കാൻ കഴിയാത്തൊരാത്മതലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടെത്തിക്കുമെന്ന് ഈ പകൽക്കാലം ആത്മാവ് ശക്തമായി പ്രവചിക്കുക. യെസ്, അങ്ങനെ ഒരു ആത്മമണ്ഡലം പകൽക്കാലം വെളിപ്പെട്ടു വരട്ടെ. ഓ യെസ്, യെസ്. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. ഞാനത് ഈ വിഷയം എടുത്ത് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സഹോദരന്മാർക്ക് ആർക്കും ഒരു മുഖത്തൊരു പ്രസാദം കാണുന്നില്ല, സന്തോഷമില്ല.
കാരണം ഒരു സ്ത്രീ കഥാപാത്രത്തെ തൊട്ടതുകൊണ്ടായിരിക്കാം. സ്തോത്രം. നിങ്ങൾക്കുണ്ട് കേട്ടോ. രാമയും പറഞ്ഞാട്ടെ. എത്രയോ പ്രാവശ്യം ദൈവദാസന്മാർ വന്ന് ഏലിയാവിനെക്കുറിച്ചും അബ്രഹാമിനെക്കുറിച്ചും ഇസ്ഹാക്കിനെക്കുറിച്ചും മോശയെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോൾ സഹോദരിമാർക്ക് ഒരു കുഴപ്പമില്ലാതെ ദൂത് ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്ത്രീ കഥാപാത്രത്തെ തൊട്ടതുകൊണ്ട് ഇത് അവരെ മാത്രം ഉദ്ദേശിച്ച് സംസാരിക്കുകയല്ല, എല്ലാവരോടും ദൈവം ഇടപെടുകയാണ്. അത് എത്ര പേർക്ക് മനസ്സിലായി? അതുകൊണ്ട് നിങ്ങളും സന്തോഷത്തോടിരുന്നോണം. സ്വതന്ത്രം പറ. അക്ഷര വിഷയം, ഞാനിത് വിഷയം കുറിവാക്യം വായിച്ചപ്പോഴേ സഹോദരന്മാർക്ക് ഒരു സന്തോഷമില്ലാതിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്കും ഈ ദൂതിട്ടെടുക്കാം. ഒരു നല്ല ആമയും പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം. അപ്പോൾ അക്സ മാത്രമാണോ? കാലേബിന് 8 ആൺമക്കളുണ്ട്. അവൾ ദൈവത്തോട് ചോദിച്ച് ചില അവകാശങ്ങൾ പ്രാപിച്ചു. നമ്മൾ ആ വായിച്ച വാക്യത്തിനകത്ത് കൊടുത്തു 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 എന്ന് 3 പ്രാവശ്യം കാണുന്നുണ്ട്. ആ യോശുവ 15:16 മുതൽ വായിക്കുമ്പോൾ കൊടുത്തു 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 എന്ന് അതൊന്ന് അവിടെ നിന്ന് കാലേബ് അനാക്കിന്റെ 16-ാം വാക്യം മുതൽ അവിടെ നിന്ന് കാലേബ് അല്ല കിര്യത്ത് സേഫർ ജയിക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കും. ഞാൻ എൻ്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കും എന്ന് കാലേബ് പറഞ്ഞു. കാലേബിന്റെ സഹോദരനായ കെനസിന്റെ മകൻ ഒത്നിയേൽ അതിനെ പിടിച്ചു. അവൻ തന്റെ മകൾ അക്സയെ അവന് ഭാര്യയായി കൊടുത്തു. ഇതാണ് കൊടുത്തു എന്ന് പറഞ്ഞ 1-ാമത്തെ ഭാഗം. അത് അല്പസമയം തൊടും. ഇനി 2-ാമത്തെ ഭാഗം ഏതാ? അടുത്തത്. അവൾ വന്നപ്പോൾ തന്റെ അപ്പനോട് ഒരു നിലം ചോദിക്കുവാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട് നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. എനിക്കൊരു അനുഗ്രഹം തരണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു അവകാശം തരണമെന്ന് പറഞ്ഞു. നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലയോ കൊടുത്തിരിക്കുന്നത്. 2-ാമത്തെ ഭാഗമാണ് കൊടുത്തു എന്ന് പറയുന്നത്. 2-ാമത്തെ ഭാഗമാണ് തെക്കേ ദേശം. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, തെക്കേ ദേശം. ഇനി അടുത്തത് 3-ാം ഭാഗം. നീരുറവുകളുടെയും എനിക്ക് തരയണം എന്ന് അവൾ ഉത്തരം പറഞ്ഞു. അവൻ അവൾക്ക് മലയിലും താഴ്വരകളിലും നീരുറവുകളെ കൊടുത്തു. ഒരു ആമയും പറഞ്ഞാട്ടെ. ഇതാണ് കൊടുത്തു 3 ഭാഗം. ഞാൻ സമയം പോലെ ഇത് വിവരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മോട് ഹൃദ്യമായി സംസാരിക്കട്ടെ. 1-ാം ഭാഗത്തിലേക്ക് കടന്നു വരുന്നു. കാലേബ് തൻ്റെ മകളായ ഏകമകളായ അക്സയ്ക്ക് ഒത്നിയേലിന് ഭാര്യയായി കൊടുത്തു. ഇതിനല്പം ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ ദീർഘവർഷങ്ങൾ ഫറവോന്റെ അടിമത്തത്തിൽ 400 ചില്ലുവാനും വർഷങ്ങൾ ഫറവോന്റെ കീഴിൽ അടിമത്ത വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ വിടുവിച്ചെടുക്കാൻ വേണ്ടി ഒരു മോശെ ദൈവം അഭിഷേകം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ജനത്തെ വിടുവിച്ചുകൊണ്ട് മോശ കൊണ്ടുവരുമ്പോൾ ഇസ്രായേൽ മക്കളുടെ നടുവിൽ ഒത്തിരി പ്രശ്നങ്ങൾ, ഒരുപാട് യുദ്ധങ്ങൾ അവർ നേരിടേണ്ടി വന്നു. സ്തോത്രം. ഇവിടെ വാഗ്ദത്ത കനാനെ ലക്ഷ്യമാക്കി പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ ദൈവം വിടുവിച്ചു കൊണ്ടുവന്നതിന് ഉദ്ദേശം ഒത്തിരിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് വാഗ്ദത്ത കനാൻ കൈവശമാക്കണം. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഇസ്രായേൽ മക്കൾ 12 ഗോത്രങ്ങളുണ്ടല്ലോ, അവരെല്ലാം കൂടെയുണ്ട്. ആമേൻ. ആ കൂട്ടത്തിൽ കാലേബും ഉണ്ടായിരുന്നു. സ്തോത്രം പറ. സ്തോത്രം. അന്ന് പുറപ്പെടുമ്പോൾ കാലേബിൻ്റെ പ്രായപരിധി 40 വയസ്സാണ്. നീണ്ട 45 വർഷക്കാലം മരുഭൂമി യാത്ര ചെയ്തു. അങ്ങനെ വന്ന് വാഗ്ദത്തം കൈവശമാക്കാൻ വേണ്ടി
85 അടുത്തോടെ പറയാൻ കഴിയും. ആമേൻ. നമ്മൾ പ്രാപിച്ച ശക്തിയെല്ലാം ഇപ്പോൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മ വിഷയം പ്രാപിച്ച സന്തോഷം ഇന്ന് എത്ര പേർക്കുണ്ട്? രക്ഷിക്കപ്പെട്ടപ്പോൾ സ്നാനപ്പെട്ടപ്പോൾ പ്രാപിച്ച സന്തോഷം ഇന്ന് എത്ര പേർക്കുണ്ട്? ആർക്ക് പറയാൻ കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പം ശക്തി പുതുക്കേണ്ടവരാണ് നമ്മൾ. യഹോവയെ കാത്തിരിക്കുന്ന ശക്തി എന്ത് ചെയ്യും? അവർ കഴുകന്മാരെ പോലെ ഇന്നെല്ലാവരും ശക്തി ക്ഷയിച്ചു കൊണ്ടിരിക്കുക. ബലം ക്ഷയിച്ചു പോയി, ആരാധിക്കുവാൻ കഴിയുന്നില്ല. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഹഠകര കാലേബ് നമുക്കൊരു വെല്ലുവിളിയായിട്ട് മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് ദൈവത്തെ സ്തുതിക്കും, ആരാധിക്കും. എൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല, എൻ്റെ ബലം ക്ഷയിച്ചിട്ടില്ല. അത് പറയുവാൻ ഒരുക്കമുള്ള അഭിഷിക്തന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സഭയോട് ദൈവം പറയുന്നു, അദ്ധാരകൾക്ക് ആദികാലങ്ങളിൽ പ്രാപിച്ച അത്ഭുതം എവിടെ? അടയാളങ്ങൾ എവിടെ? വീര്യപ്രവൃത്തികൾ എവിടെ? അത് ക്ഷയിച്ചു പോയിട്ടുണ്ടെങ്കിൽ മടക്കിയെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഭയോട് പ്രവചിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സ്തോത്രം 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 സ്തോത്രം. എത്ര പേർക്കത് പറയാൻ കഴിയും? ഞാൻ ഇന്നും ഓർക്കുന്ന, അഭിമാനത്തോട് പറയട്ടെ, അവൻ പണ്ട് കൊളുത്തുപുഴ PMG സഭയിൽ ഒരിക്കൽ ശുശ്രൂഷിക്കാൻ എന്നെ വിളിച്ചു. അവിടെ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങാതെയാണ് പോയത്. ആ ദിവസങ്ങൾ ഒത്തിരി തിരക്കിൻ്റെ നടുവിലായതുകൊണ്ട് ഒരുങ്ങാതെ പോയി. എല്ലാം കൃപാപര പ്രാപര കുഞ്ഞുങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങൾ പോലും പ്രവചിക്കുന്നവരാ. ഒരാമയം പറ. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് പറയുന്നത്. വിശലോ, ഞാനൊരു പാട്ട് പാടി ഒരു വാക്യം വായിച്ചു. പെട്ടെന്നൊരു കൊച്ചു കുഞ്ഞ് വെടിപൊട്ടിക്കുന്നത് പോലൊരു ദൂത് എന്നോട്. സ്തോത്രം. എന്നോട് പറഞ്ഞത്, നീ ഇന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങാതെ വന്നതാ. ആ കുഞ്ഞിൻ്റെ മേൽ വന്ന പ്രവചന ദൂതിൽ ഞാൻ അവിടെ മുട്ടുമടക്കി. അങ്ങനൊരു ആത്മതലം ആ സഭയ്ക്കുണ്ടായിരുന്നു. പിടികിട്ടിയ രാമയം പറ. ഇവിടെ അങ്ങനെയുള്ള അന്തരീക്ഷം ഉണ്ടായ കാലഘട്ടമില്ലേ? സ്വത്രം പറ. മനസ്സിലായവർ ആമേൻ പറ. ആമേൻ. നിങ്ങൾ വെറുതെ ഇരിക്കരുത്, ദൂതിട്ടെടുക്കണേ. ഹല്ലേലൂയ. ആ പണ്ടത്തെ പണ്ടത്തെ പോലൊരു നല്ല കാലം ഇന്ന് വരാമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? ആമേൻ. ശക്തി ക്ഷയിച്ചു പോയവർ, ശക്തി നഷ്ടപ്പെട്ടവർ ഈ പ്രാർത്ഥന മുഖാന്തരം അത് മടക്കിയെടുക്കുക, പ്രാപിക്കുക. ജീസസ്. സ്തോത്രം സ്തോത്രം. കുറച്ച് വർഷങ്ങൾക്ക് പുറകോട്ടുള്ള ഒരു കാലഘട്ടം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇന്നത്തെ പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഒരാമയും പറ. നിങ്ങളെല്ലാം പോയല്ലോ. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ദൈവം എന്നെ ഏൽപ്പിച്ചിട്ട് ദൂത. ആമയും പറ. സ്തോത്രം സ്തോത്രം. എൻ്റെ പിതാക്കന്മാരെല്ലാം ശുശ്രൂഷയിൽ നിന്നവരാ. ഞങ്ങളുടെ കുടുംബത്തിൽ ഈ ശുശ്രൂഷയുടെ ബന്ധത്തിൽ 4ാമത്തെ തലമുറയാണ്. ഞാൻ പ്രശംസ പറയുകയല്ല. എൻ്റെ പിതാക്കന്മാർ ഈ പുസ്തകം ചുമന്നതുകൊണ്ട് ദൈവം അവരെ ഒത്തിരി മാനിപ്പാൻ ഒക്കെ ഞാനവരെ കണ്ടിട്ടില്ലെങ്കിലും ഇന്ന് ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കുറിച്ച് ഓർക്കുന്നു. സ്തോത്രം. പണ്ട് ഒത്തിരി വർഷങ്ങൾക്ക് മുന്നമേ മണ്ണെണ്ണ ക്ഷാമം, അന്ന് കറണ്ടൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ പെട്രോമാക്സിൻ്റെ സഹായത്താലാണ് യോഗം നടക്കുന്നത്. അന്ന് കാത്തിരിപ്പ് യോഗമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ചില സഭകൾ അതൊക്കെ തീർന്നിരിക്കുക. ഇന്ന് കാത്തിരിപ്പ് യോഗം ഉണ്ട്. സഭായോഗത്തില്ല, വിശ്വാസികളെ കാത്തിരിക്കും. 12 മണിയായാലും വരത്തില്ല. സ്വതന്ത്രം പറഞ്ഞാൽ അല്ലല്ലോ ഇല്ലേ? വെച്ചല്ലോ. അങ്ങനെ കാത്തിരിപ്പ് യോഗം ഉണ്ട്. സ്വതന്ത്രം പറഞ്ഞാട്ടെ. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ പെട്രോമാക്സ് സഹായത്താലാണ് പണ്ടത്തെ പിതാക്കന്മാർക്കൊക്കെ അറിയാം ഇല്ലേ?
ആ യോഗത്തിൽ ഇരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാര്യം, അങ്ങനെയുള്ള യോഗത്തിൽ ഇരുന്ന് കാര്യം വൃത്തിയായിട്ട് സ്വത്രം പ്രായമുള്ളവർക്കറിയാം. അപ്പോൾ ഈ പെട്രോമാക്സിങ്ങിനെ ഉണ്ടെങ്കിൽ വെട്ടവും വെളിച്ചം കാണാക്കത്തുള്ളൂ. എൻ്റെ വല്യപ്പച്ചന് അന്ന് അടിയന്തരാവസ്ഥ സമയത്ത് മണ്ണെണ്ണക്ഷാമം വന്നപ്പോൾ യോഗം നടത്താൻ കഴിയുന്ന രാത്രിയിലാണ് യോഗം. ഇതിലൂടെ ദൈവാത്മ പറഞ്ഞു, പച്ചവെള്ളം വീഞ്ഞായെങ്കിൽ ആമേൻ പറ, ആമേൻ പറ. പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ അധികാരം കർത്താവ് കൊടുത്തുവെങ്കിൽ എന്തുകൊണ്ട് പച്ചവെള്ളം മണ്ണെണ്ണയായിക്കൂടാ? മനസ്സിലായോ? ഒരു ചരവ് വെള്ളം കോരിയിട്ട് കമന്ന് കിടന്ന് പ്രാർത്ഥിച്ചിട്ട് ഒഴികടാന്ന് പറഞ്ഞു. അത് ഒരാഴ്ച നിന്ന് കത്തി. ഒരാമയം പറ. സ്തോത്രം, സ്തോത്രം. ഞാൻ അദ്ദേഹത്തെ ഉയർത്താനല്ല, എൻ്റെ യേശുവിനെ ഉയർത്താൻ വേണ്ടി മാത്രം പറഞ്ഞത്. അവരുടെ കാലത്ത് വണ്ടിക്കൂലിയൊന്നുമില്ല. ഏതെങ്കിലും മീറ്റിംഗ് സ്ഥലത്ത് പോകണമെങ്കിൽ ദീർഘദൂരം നടന്നു പോകണം. ഉടുവസ്ത്രം മറുവസ്ത്രമൊന്നുമില്ല. അങ്ങനെ സഞ്ചരിച്ച് പോയപ്പോൾ ഒരു സ്ഥലം മല്ലപ്പള്ളിയിൽ ഒരു മീറ്റിങ്ങിന് പോകണം. കുറച്ച് ദൂരം നടന്ന് ഒരു 10-25 കിലോമീറ്റർ നടന്ന് ഇനിയും കിടക്കുക 19 കിലോമീറ്റർ. പുള്ളി അവശനായ ഒരു വെയിറ്റ് ഷെഡിൽ ഇങ്ങനെ കിടന്ന് തളർന്ന് ക്ഷീണിച്ചൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ എനിക്കവിടെ പോയേ പറ്റൂ. കണ്ണടച്ച് പ്രാർത്ഥിച്ചൊന്ന് മയങ്ങി എഴുന്നേറ്റപ്പോൾ നിൽക്കുന്ന സ്ഥലം മല്ലപ്പള്ളിയിലാണ്. പിടികിട്ടിയവരാമേൻ പറ. ആമേൻ. ഫിലിപ്പോസിനെ കൊണ്ടുപോയതുപോലെ അദ്ദേഹത്തെ കൊണ്ടുപോയി കേട്ടോ. ഹല്ലേലൂയ. ഇന്നും അതേ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ പ്രവർത്തിക്കും. പിടികിട്ടിയവർ കരമടിച്ചൊന്ന് പ്രാർത്ഥിച്ച യേശുവൻ നാമത്തിൽ ആദ്യ നൂറ്റാണ്ടിൽ വെളിപ്പെട്ട അഭിഷേകം, ദൈവകൃപ, ദൈവശക്തി അത് ക്ഷയിച്ചിട്ടുണ്ടെങ്കിൽ സഭയോട് വിളിച്ചു പറയുന്നു, മടങ്ങിവ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. പണ്ട് എങ്ങനെയാണോ സഭയെ ദൈവം വളർത്തിയത്, ദൈവം നടത്തിയത്, ഉപയോഗിച്ചത്, അതിനേക്കാൾ ഉപരി പരിശുദ്ധാത്മാവ് ഇതിനെ ഉപയോഗിക്കാൻ പോകുക. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അങ്ങനെയുള്ള ആത്മസാന്നിധ്യം, ദൈവകൃപയുടെ ആഴങ്ങൾ ഈ സംഘടനയ്ക്കകത്ത് വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യെസ്, ഏറ്റെടുക്കുക. അഭിഷിക്തന്മാരിൽ വെളിപ്പെട്ടു വരട്ടെ. ഓ അത്ഭുതങ്ങൾ കുറഞ്ഞിട്ടില്ല, അടയാളങ്ങൾ കുറഞ്ഞിട്ടില്ല. ഇന്നിവിടെ നടക്കുന്നുണ്ട്. ഭൂതങ്ങൾ വിട്ടുപോകട്ടെ, രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ, മരിച്ചവർ ഉയർക്കട്ടെ. യെസ്. തന്റെ ദാസന്മാരെ ദൈവം ഉപയോഗിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. പോരാ പോരാ, എല്ലാവരും ആരും മൗനമായിരിക്കരുത്. ആമേൻ. സഹോദരന്മാർ കർത്താവിനെ ആരാധിച്ചിട്ടുണ്ടാട്ടെ. ചില നഷ്ടപ്പെട്ടു പോയ കൃപകൾ, നഷ്ടപ്പെട്ടു പോയ കൃപാവരങ്ങൾ ഈ സഭയ്ക്കകത്ത് മങ്ങിപ്പോയത് യേശുവൻ നാമത്തിൽ, യേശുവൻ നാമത്തിൽ. ദൈവം തലമുറകളെ ഉപയോഗിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവൻ നാമത്തിൽ. ഒരു കാർ ഗീറിട്ട് സ്റ്റാർട്ട് ചെയ്ത്
മുൻപോട്ട് കുതിക്കുന്നത് പോലെ ആമേൻ ഇന്ന് പകൽക്കാലം ആത്മാവ് ഒരു വെളിപ്പാട് തരുന്നു. ദൈവജനത്തെ, ദൈവസഭയെ മുൻപോട്ട് നടത്താൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കട്ടെ. പാവൻ വാതുറന്ന് പ്രാർത്ഥിച്ചോ. യേശുവിൻ നാമത്തിൽ അന്യഭാഷ പ്രാപിച്ചവർ മൗനമായിരിക്കരുത്. ആത്മതലം, ആത്മമണ്ഡലം വെളിപ്പെടട്ടെ. ഗ്ലോറി. ശബാധര പ്രവാചന രഹസ്യ. യെസ് യെസ്. ശുഡബബലബരഗദനയ ശന്തരാരഗദനി. സഭയെ ദൈവം ഒരു ആത്മീയ ഉണർവിലേക്ക്, ഇന്ന് വരെ നടക്കാത്ത ഒരു റിവൈവലിലേക്ക് ഈ 2025 ദൈവസഭയെ ദൈവം നയിക്കാൻ പോകുകയാ. അഭിഷിക്തന്മാരെ ഉപയോഗിക്കാൻ പോകുകയാ. പ്രവാചക വൃന്ദങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ പോകുകയാ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന അഭിഷേകമുള്ള ചില അഭിഷിക്തന്മാരെ ദൈവാത്മാവ് കഴിഞ്ഞ നാളുകളിൽ എങ്ങനെ ഉപയോഗിച്ചോ അതിനേക്കാൾ ഉപരി യെസ് ദൈവ സാന്നിധ്യം വഹിച്ചു കൊണ്ടുപോകുവാൻ ചിലരെ ദൈവാത്മാവ് തൊടുന്നു. തലമുറകളെ തൊടുന്നു, സഹോദരിമാരെ തൊടുന്നു. ശക്തി ക്ഷയിച്ചു പോകരുത്, ബലം നഷ്ടപ്പെട്ടു പോകരുത്. ആമേൻ. എൻ്റെ മനസ്സ് ശക്തമാ. കാലവ് പറയുന്നു എൻ്റെ മനസ്സ് ശക്തമാ. യെസ്. ശന്തരാ ജഗദനി. സ്തോത്രം പറ. വാഗ്ദത്ത ഭൂമിയെ ലക്ഷ്യമാക്കി കാലേബ് നടത്തുന്നൊരു പ്രഖ്യാപനം കേട്ടോ. പണ്ടത്തെ പോലെ ശക്തി ഇന്നെനിക്കുണ്ട്. എൻ്റെ ശക്തി ക്ഷയിച്ചു പോയിട്ടില്ല, എൻ്റെ ബലം കുറഞ്ഞിട്ടില്ല. ദൈവാത്മാവ് സഭയോട് പറയുന്നു ചില പ്രഖ്യാപനങ്ങൾ പകൽക്കാലം നടത്തുവാൻ ദൈവാത്മാവ് സംസാരിക്കുക. സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സഭയുടെ ഇന്നത്തെ മുഖച്ഛായ മൊത്തം മാറും. അന്തരീക്ഷം മാറാൻ പോകുക. ഒരാമയം പറ, ഒരുമിച്ച് ആമയം പറ. എല്ലാ ദൈവം ഒന്ന് മാറ്റാൻ പോകുക. മുഖച്ഛായ മാറാൻ പോകുക. ജനത്തിന്റെ മുഖച്ഛായ മാറുന്നു, ആലയത്തിന്റെ മുഖച്ഛായ മാറുന്നു, സ്ഥിതി മാറാൻ പോകുക. പ്രാപിച്ചോ, പ്രാപിച്ചോ യേശുവിൻ നാമത്തിൽ. ಮಂಡಲ ಮಂಡಲ ಹರ್ತುರ ಜಾಲಯ ಧಾಲ ಬಡಗೆ ಚುಡಗ ಚುಡಬಲ ಬರಗದ ರಗಜ ರಗಜೆ ಸಾಧಕ ರಗದಲ
പുതിയ ചില വാഗ്ദത്തങ്ങൾ സഭയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ദർശിക്കുക. ഇന്നായിരിക്കുന്ന ആലയത്തിൻ്റെ സ്ഥിതി മാറും, മുഖച്ഛായ മാറും. പുതിയ ലാൻഡുമായി ബന്ധപ്പെടുന്ന എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്നപ്പോൾ ദൈവാത്മാവിനെ കാണിക്കുന്നു, ഹെഡ് ക്വാർട്ടേഴ്സ് പോലും മാറും. അതിൻ്റെ സമയം വരാൻ പോകുക. പ്രാർത്ഥിച്ചോ, ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ ദൈവസ്ഥിതിക്ക് മാറ്റം വരുത്തും. പുതിയ സ്ഥലം ദൈവാത്മ കാണിക്കുന്നു, പുതിയ സ്ഥലം ദൈവാത്മ കാണിക്കുന്നു. ഒരു വലിയ സ്റ്റേഡിയം പോലെ, ഗ്രൗണ്ട് പോലെയുള്ള സ്ഥലം ആത്മാവിനെ കാണിക്കുന്നു. വാഹന പാർക്കിംഗ് സഹിതമുള്ള അന്തരീക്ഷം ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. വാഗ്ദത്ത ലാൻഡ് യേശുവിൻ്റെ നാമത്തിൽ കരമടിച്ച് പ്രാപിപ്പാൻ മനസ്സുള്ളവർ ആത്മാവിൽ ആരാധിച്ചോ. യേശു ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പോലും മാറ്റിമറിക്കുന്ന അന്തരീക്ഷങ്ങൾ, പുതിയ സ്ഥലവുമായി ബന്ധപ്പെടുന്ന ചില ഏരിയകൾ ദൈവാത്മാവിനെ കാണിക്കുന്നു. പ്രാർത്ഥിച്ചോ. ശബലപരകഥനയ ഇത് നാളെ നടക്കാൻ പോകുന്ന പ്രവചനമല്ല പറയുന്നത്. ഭാവിയിൽ ദൈവം ഒരുക്കുന്ന ചില പദ്ധതികൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയും? ഇപ്പോൾ നിങ്ങൾക്കത് ഏറ്റെടുക്കാൻ മനസ്സില്ലായിരിക്കും, പക്ഷെ ദൈവാത്മ പറയുന്നു, ദൈവം കൂടാരം മാറ്റി പുതിയ കുറ്റിയടിച്ചുറപ്പിക്കുന്ന പുതിയ അടിസ്ഥാനങ്ങൾ. ആമേ സ്വത്ര MC റോഡുമായി ബന്ധപ്പെടുന്ന ചില പ്രത്യേക മണ്ഡലങ്ങൾ ദൈവാത്മാവിനെ കാണിക്കുന്നു. ശക്തമായി പ്രാർത്ഥിച്ച യേശുവിൻ്റെ നാമത്തിൽ, കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച യേശുവിൻ്റെ നാമത്തിൽ ശക്തിയോടെ MC റോഡ് ഭാഗമായി കണക്റ്റഡ് ആകുന്ന ചില പുതിയ ലാൻഡിന്റെ അടിസ്ഥാനങ്ങൾ, പുതിയ അടിസ്ഥാനങ്ങൾ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാ. സ്തോത്രം എത്തിക്കാൻ പോകുകയാ. സ്തോത്രം. നിനക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞകാല അനുഭവത്തിലേക്കൊന്ന് മടങ്ങി വരണം. നഷ്ടപ്പെട്ടു പോയ കടനീര്, പ്രാർത്ഥനാ ജീവിതം, ദൈവഭക്തി, ആ അവസ്ഥയിലേക്കൊന്ന് മടങ്ങി വരാൻ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. ഇത് മടങ്ങി വരവൻ്റെ സമയമാണ്. കൊക്കും വിവൽ പക്ഷിയും തൻ്റെ മടങ്ങി വരേണ്ട കാലം പറയുന്നത് എൻ്റെ ജനമോ അറിയുന്നില്ല. സഭയ്ക്കൊരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. ഒരു റിവൈവൽ നടക്കാൻ പോകുക. ഒരു കൊയ്ത്തിൻ്റെ സമയമാണ് യേശുവിൻ്റെ നാമത്തിൽ. 2025 ഒരു വാഗ്ദത്ത സമയമാണ് യേശുവിൻ്റെ നാമത്തിൽ. സഭ മൊത്തത്തിൽ കരമടിച്ച് ദൂതനെ ഒന്ന് പ്രതികരിച്ച് യേശുവിൻ്റെ നാമത്തിൽ അത് പ്രാപിക്കാൻ പോകുക. യെസ്, യേശുവിന്റെ നാമത്തിൽ ആ സ്ഥലം കാലേബ് കൈവശമാക്കി. സ്തോത്രം പറഞ്ഞാട്ടെ. എന്നിട്ട് രണ്ടാമത്തെ സ്ഥലം ഇത് കൈവശമാക്കും എന്നവൻ ഭാരത്തോടെ ഉള്ളുകൊണ്ട് പറയാം. ആ സമയമായപ്പോൾ കാലേബിൻ്റെ ഏകദേശം വയസ്സൊക്കെ തീരാറായി അല്ലേ. അവൻ പറയുന്നു, ഇനി ഈ സ്ഥലം ആര് വെട്ടിപ്പിടിക്കും? സ്തോത്രം. അങ്ങനെ ഭാരപ്പെട്ടപ്പോൾ അവൻ്റെ സഹോദരനായിരിക്കുന്ന കെനസിൻ്റെ മകൻ ഒത്നിയേൽ അതിനെ എന്ത് ചെയ്ത് പിടിച്ചെടുത്തു. രാമേൻ പറ. ഇതിനകത്തൊരു ദൂത് കൈമാറുകയാ. കാലേബിൻ്റെ സഹോദരനായ ആമേൻ സ്വത്രം കെനസിൻ്റെ മകൻ ഒത്നിയേൽ എന്ത് ചെയ്ത് അത് അവകാശമാക്കി. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ.
നമ്മുടെ പിതാക്കന്മാർക്ക് കഴിയാത്ത ചിലത്, ആമേൻ പറ. അടുത്ത തലമുറ അത് കൈവശമാക്കും, ആമേൻ പറ. സ്വത്രം പറ. നിന്റെ പിതാക്കന്മാർക്ക് കഴിയാത്ത ചിലത് ആത്മാവ് അവൻ ശക്തമായി പ്രവചിക്കുക തലമുറയോട്. അടുത്ത ജനറേഷൻ, അടുത്ത തലമുറയെ അവൻ അവകാശമാക്കുവാൻ. ഇതിനകത്ത് ചില ചെറുപ്പക്കാരെ ഉപയോഗിക്കാൻ പോകുക. പ്രാർത്ഥിച്ചോ. യൗവനക്കാരെ ഉപയോഗിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ കരമടിച്ച് ദൂതനെ സ്വീകരിക്കണേ. നിന്റെ പിതാക്കന്മാർക്ക് കഴിയാത്ത ചിലത്, പോകാത്ത രാജ്യങ്ങളിൽ ചെയ്യാത്ത ശുശ്രൂഷകൾ, പ്രാപിക്കാത്ത നന്മകൾ നിന്റെ തലമുറക്കത് കൈമാറും. യെസ്, ആപിച്ചോ. ചേട്ടാ ഭാര ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ചില ചെറുപ്പക്കാരോട് ദൈവം പ്രവചിക്കുന്നു. ആമേ, ചിലത് നിങ്ങൾ വെട്ടിപ്പിടിക്കാൻ പോകുക. നിന്റെ പിതാക്കന്മാരെ ചെയ്യാത്തത്, കഴിയാത്ത ചിലത് നിന്നെ ഭരമേൽപ്പിക്കും. ഓ ശബബബല ഭരഗദരഗദര ഘടഗദര ശദരദര ഗദനയ ശബ്ദരദലഗട ഗദരഗര ഗദന. അവർ പ്രാപിക്കാത്ത അവകാശങ്ങൾ, പ്രാപിച്ചെടുക്കാത്ത കൃപാവരങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ കൈമാറുകയാ, നിന്റെ മേൽ കൈമാറുകയാ. യെസ്, കുട്ടബാല ബൗഡബാല ഹംദര. സ്തോത്രം. ഇതിനകത്ത് ചില ചെറുപ്പക്കാരെ ദൈവം പ്രയോജനപ്പെടുത്താൻ പോകുക. ഒരു അന്തികാല അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഈ ദിവസങ്ങൾ ദൈവം തൊടും. ഒരുമിച്ച് ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം ഉറക്കെ പറഞ്ഞാട്ടെ. ആമേൻ. കൃപാപര പ്രാപ്തരായ തലമുറകളെ ദൈവം അഭിഷേകം ചെയ്യും. എന്നോട് ദൈവാത്മാവ് അങ്ങനെ വിളിച്ചു പറയാൻ പറയുന്നു. സ്തോത്രം. ആമേൻ. നമ്മുടെ പിതാക്കന്മാർക്ക് കഴിയാത്തത് നമ്മുടെ തലമുറയ്ക്ക് കൈമാറും. തലമുറയോളം എന്നെ സങ്കേതമെന്ന് വായിക്കുന്നത് പോലെ ദൈവം ചിലത് അവകാശമാക്കി തരും. അതുകൊണ്ട് ഒത്നിയേലിന് ഭാര്യയായി അക്സയെ കൊടുത്തു. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഒരുമിച്ച് ആമേൻ പറഞ്ഞാട്ടെ. ചില ആമേൻ തലമുറകളുടെ ഭാവി സംബന്ധമാകുന്ന ക്രമീകരണങ്ങൾ ഈ വചനത്തോളം ബന്ധത്തിൽ ദൈവാത്മ പറയുന്നു. ചില മാതാപിതാക്കന്മാർ സന്തോഷിക്കാൻ പോകുക. ചില പുതുവഴികൾ തുറക്കുന്നു. ചില ഭവനങ്ങളിൽ വിരുന്ന് സൽക്കാരങ്ങൾ. താരാബാല പ്രാപിച്ചോ. വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഭാവി സംബന്ധമാകുന്ന ചില പ്രപ്പോസ് പോലെയുള്ള ചില വൈവാഹിക ബന്ധങ്ങൾ നിന്റെ ഭവനത്തിൽ മേൽ ചില വിരുന്ന് സൽക്കാരങ്ങൾ നടക്കാൻ പോകുക. ഉപവാസം കഴിയുമ്പോൾ കൂട്ട വിടുതലുകൾ സംഭവിക്കും. നീ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വിടുതലുകൾ നിന്റെ തലമുറ കാണാൻ പോകുക. കൂട്ട വിടുതൽ സംഭവിക്കുന്നു. അന്തരയ ശത്രുവിന്റെ വെല്ലുവിളികൾ അഴിഞ്ഞു മാറുകയാ. ഭാവിയെ ബന്ധിച്ചത് അഴിഞ്ഞു മാറുന്നു. അത് അഴിഞ്ഞു മാറുകയാ. പ്രാർത്ഥിച്ചോ. കൂട്ട വിവാഹങ്ങൾ ഈ ഉപവാസം കഴിയുമ്പോൾ സഭയ്ക്കകത്ത് നടക്കും. കുടുംബങ്ങളിൽ അത് വെളിപ്പെടാൻ പോകുകയാ. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ച മൗനമായിരിക്കും. ഇതൊരു ആത്മീയ ശുശ്രൂഷയാണ്. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. സ്തോത്രം. ഒന്നാം ഭാഗം അവിടെ ഇനി വിവരിക്കണം. ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. രണ്ടാം ഭാഗം ഒന്ന് തൊട്ട്
പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആമേൻ, സ്തോത്രം. രണ്ടാം ഭാഗം കൊടുത്തു എന്ന് പറഞ്ഞ രണ്ടാം ഭാഗമാണ്, നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലയോ കൊടുത്തത്. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ഈ അക്സയ്ക്കറിയാം അവൾ ആയിരിക്കുന്ന ദേശത്തെക്കുറിച്ചുള്ളൊരു വെളിപ്പാട് ആർക്കുണ്ട്? നാം ആയിരിക്കുന്ന ദേശത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ചിരിക്കണം. സ്തോത്രം പറ. അവക്കറിയാം ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്താൽ വന്നതല്ല, ദൈവം എന്നെ അയച്ചിട്ട് വന്നിരിക്കുക. എത്ര പേർക്ക് പറയാൻ കഴിയും? നിങ്ങൾ ദൈവകൃപയിലേക്ക് ദൈവത്തെ അറിഞ്ഞത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്താലല്ല, ദൈവം എന്നെ കൊണ്ടുവന്നു എന്നുറപ്പുള്ള ഒരു നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരുമിച്ച് പറഞ്ഞാട്ടെ. ദൈവം എന്നെ കൊണ്ടുവന്നു. സ്തോത്രം. ഇനി ആ ദേശത്തിൻ്റെ പ്രത്യേകത തെക്കേ ദേശമാണ് അല്ലേ? ഒരുമിച്ച് ആമേൻ പറഞ്ഞാട്ടെ. ഇനി എല്ലാവരും അല്പസമയം ശ്രദ്ധിക്കണേ. തെക്കേ ദേശം, അങ്ങനെയല്ലേ വായിക്കുന്നത്? നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ തെക്കേ ദേശവുമായി ബന്ധപ്പെടുന്ന ചില മർമ്മങ്ങൾ നിങ്ങൾ പകൽക്കാലം ഒന്ന് അറിയണം. യെശയ്യാപ്രവചനം 30:6 വായിക്കുമ്പോൾ അവിടെ കാണുന്നു തെക്കേ ദേശത്തിൻ്റെ പ്രത്യേകത. ഒന്ന് വായിച്ചേ. തെക്കേ ദേശത്തിലെ മൃഗങ്ങളെ കുറിച്ചുള്ള പ്രവാചകം സിംഹി, കേസരി, അണലി, പറക്കുന്ന അഗ്നിസർപ്പം പോരെങ്കിൽ കഷ്ടവും ദുരിതവും ദുഃഖമുള്ള ദേശമാണ്. ഈ ദേശത്തേക്കാണ് അക്സയെ അയച്ചത്. രാമൻ പറ. മനസാക്ഷിയുള്ള അപ്പനും അമ്മയും അയക്കുമോ? എന്തൊക്കെയാണ് വായിച്ചത്? സിംഹിയുണ്ട്, കേസരിയുണ്ട്, അണലി, പറക്കുന്ന അഗ്നിസർപ്പം, പിന്നെ പറക്കുന്ന കുറച്ച് ക്ഷുദ്രജീവികളുള്ള സ്ഥലം. സ്തോത്രം. പിന്നെ പോരെങ്കിൽ കഷ്ടവും ക്ലേശവും ദുരിതമുള്ള സ്ഥലം. ഈ സ്ഥലത്തേക്കാണ് ആരെ അയച്ചത്? അക്സയെ അയച്ചത്. മനസാക്ഷിയുള്ള ഒരു ഒറ്റ അപ്പനും അമ്മയും നമ്മുടെ കൊച്ചുങ്ങൾക്ക് കല്യാണാലോചന വരുമ്പോൾ സ്തോത്രം ആമേൻ, നമ്മൾ ചെറുക്കൻ ആരെന്ന ചെറുക്കൻ്റെ വീടും പരിസരവും ന്യൂട്രയിൽ പോയി തിരക്കി. സ്തോത്രം പറ. കഞ്ഞി കുടിക്കാൻ പ്ലാവ് ഉണ്ടോയെന്നല്ല നോക്കുന്നത്. സ്തോത്രം പറ. പ്ലാവല ഉണ്ടോയെന്നല്ല നോക്കുന്നത്. രാമൻ പറഞ്ഞാട്ടെ. സ്തോത്രം. അങ്ങനെയല്ലേ? നിങ്ങളാരും മിണ്ടുന്നില്ല. സന്തോഷം ആർക്കും ഇല്ലെന്ന് തോന്നല്ലോ. അങ്ങനെയെങ്കിൽ ഈ ക്ഷുദ്രജീവികൾ നിറഞ്ഞു കിടക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ കുടികുത്തി വാഴുന്ന ദേശത്തിൻ്റെ ആധിപത്യങ്ങൾ നിറഞ്ഞ് വെളിപ്പെടു നിൽക്കുന്ന ദേശത്തേക്കാണ് അക്സയെ പറഞ്ഞയച്ചത്. ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് കാലേബ് അങ്ങനെ ചെയ്തു? ഇനി കാലേബിനെ പറ്റി പഠിക്കുമ്പോൾ ഒരു വെളിപ്പാടുണ്ട്. ഇനി ആരിനി എന്തൊക്കെ പറഞ്ഞാലും കാലേബിന് വേറെ ഒരു സ്വഭാവമുണ്ട്. രാമൻ പറഞ്ഞാട്ടെ. നമുക്കത് ഉണ്ടാകണം. സ്തോത്രം പറ. സ്തോത്രം പറ. സ്തോത്രം പറഞ്ഞാട്ടെ. ദേശവിന് എത്ര പൈശാചിക ബന്ധനമുള്ള സ്ഥലമാകട്ടെ, ആഭിചാരം കുടികുത്തി വാഴട്ടെ, മന്ത്രവാദങ്ങൾ വാഴട്ടെ, ദേശത്തിന്റെ പോരാട്ടങ്ങൾ ഉണ്ടാകട്ടെ, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നീ പാർക്കുന്ന ദേശം, നീ പാർക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട പോരാട്ടമുണ്ടാകാം, ബന്ധനങ്ങളുണ്ടാകാം, വരുത്തുപോക്കുണ്ടാകാം, ക്ഷുദ്രശക്തികൾ ഉണ്ടാകാം. പക്ഷേ കാലേബിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവൾക്ക് ലഭിച്ച മണവാളൻ, അവിടെ മണവാളൻ തോറ്റവനല്ല, അവൻ ജയിച്ചവനാ. കരമിടിച്ച ആത്മാവിൽ വിദൂതനെ സ്വീകരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മമണവാളൻ, നമ്മുടെ അകത്ത് കയറിയ ആത്മമണവാളൻ, അവൻ തോറ്റവനല്ല, തോറ്റ ചരിത്രമല്ല, അവൻ പിശാചിനെ ജയിച്ചവനാ. കരമടിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ഈ ദൂത് ഞാൻ പറയുമ്പോൾ തന്നെ ചില കുടുംബങ്ങളിൽ വാഴുന്ന പൈശാചിക കുടിയിരിപ്പുകൾ, ആഭിചാര ശക്തികൾ
ദേശത്തിന്റെ ബന്ധനങ്ങൾ അഴിയാൻ പോകുക. യെസ്. ഓ, അഭിഷേകമുള്ളവർ ആത്മാവിൽ ആരാധിച്ചോണേ. ഉടബലപരകതരയ ശബലകയ ശാപക്കുരുതികൾ, ശാപബന്ധനങ്ങൾ പിതാക്കന്മാരെ കാലം മുതലേ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ആഭിചാര മന്ത്രവാദ ശുദ്രശക്തികൾ, ചില കുടിയിരിപ്പുകൾ, ചില പൈശാചിക ബന്ധനങ്ങൾ ഈ പകൽക്കാലം അഴിയാൻ പോകുകയാ. പ്രാപിച്ചോ. നിന്റെ അകത്ത് കയറിയ ക്രിസ്തു ആത്മമണവാളല്ല, മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു. അവൻ തോറ്റവനല്ല, അവൻ ജയിച്ചവനാ. യെസ്. ഓ ഓ, ഈ പകൽക്കാല ജയം ജയം ജയം. നാം ഒരുമിച്ച് ജയം പ്രാപിക്കാൻ പോകുകയാ. ശബലപരകടകടകയാ. നാളുകളായി, വർഷങ്ങളായി നിന്റെ കുടുംബത്തെ അവകാശം പറഞ്ഞ് നിന്റെ നന്മകൾ പ്രാപിപ്പാൻ കഴിയാതെ വണ്ണം നീ പാർക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെടുന്ന പൈശാചിക പോരാട്ടങ്ങൾ. യെസ്. ഓ, അടിയുന്നു അടിയുന്നു അടിയുന്നു. നിന്റെ ഭവനത്തിൽ നിലവിളി കേൾക്കുവാൻ, മുറവിളി കൂട്ടുവാൻ, ശവപ്പട്ടികൾ കാണിപ്പാൻ സഭയ്ക്കകത്ത് പോലും വ്യാപരിക്കുന്ന ദുർവ്യാപാരങ്ങൾ ഈ പകൽക്കാലം അഴിഞ്ഞു മാറുകയാ. യെസ്. പ്രാപിച്ചോ പ്രാപിച്ചോ. ആ, ആരും വെറുതെ ഇരിക്കരുത്. ശബലപരപരഗതനയ ശകരഗതനയ. അഭിഷിക്തന്മാരുടെ ശുശ്രൂഷയെ ബന്ധിച്ചത് ഈ പകൽക്കാലം അഴിഞ്ഞു മാറുന്നു. സഭയുടെ വാഗ്ദത്തങ്ങളെ അടച്ചുപൂട്ടുവാൻ നാളുകളായി വെല്ലുവിളിക്കുന്ന ദേശത്തിന്റെ ശക്തികൾ അഴിഞ്ഞു മാറുന്നു. ഒരുമിച്ച് പ്രാർത്ഥിച്ചോ. കൃപ കൃപ. അന്തരഗതനയ. ഇനി എത്ര പൈശാചിക ബന്ധനമുണ്ടാകട്ടെ, എത്ര പോരാട്ടങ്ങൾ ഉണ്ടാകട്ടെ, നിന്റെ അകത്ത് കയറിയ മണവാളൻ, ക്രിസ്തുവിന്റെ മണവാളൻ, അവൻ പിശാചിനെ ജയിച്ചവനാ. അവൻ ശാപത്തെ ജയിച്ചവനാ, രോഗത്തെ ജയിച്ചവനാ, ലോകത്തെ ജയിച്ച ജയാളിയാണ്. അവൻ തോറ്റവനല്ല. കൃപ 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 കൃപ. ദൈവകൃപ ദൈവകൃപ. ശബലപരഗതനയ. ആ ഉറപ്പത്രവർക്കുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. ചില കുടുംബങ്ങളെ രോഗികളായി മാറ്റപ്പെടുത്തി. ആമേൻ. നിന്റെ ഭവനത്തിൽ ചില അനർത്ഥങ്ങൾ വരുത്തി വെക്കുവാൻ പിശാചും മനുഷ്യരും കൊണ്ടുവച്ച ചില പദ്ധതികൾ ഇന്ന് പകൽക്കാല വചനത്തിന് മുമ്പിൽ അഴിഞ്ഞു മാറുകയാണ്. ആ, അപകടങ്ങൾ മാറട്ടെ, രക്തച്ചൊരിച്ചിൽ മാറട്ടെ. സൈലന്റ് അറ്റാക്കിന്റെ ശക്തികൾ സൈലന്റ് അറ്റാക്ക് പോലെ നിന്റെ ഭവനത്തിൽ വെളിപ്പെടുവാൻ വ്യാപരിക്കുന്ന അനർത്ഥങ്ങൾ മാറുകയാ, അവകാശങ്ങൾ മാറുകയാ. യെസ്. ഈ ഉപവാസ സഭയ്ക്ക് വിടുതല, സഭയ്ക്ക് വിടുതല. യേശുവൻ നാമത്തിൽ, യേശുവൻ നാമത്തിൽ പ്രാപിക്ക. ആത്മനിറവുള്ളവർ, അഭിഷേകമുള്ളവർ ആത്മാവിൽ സഞ്ചരിച്ച് പുതുഭാഷകൾ. ആ, ഉദരം ദരതരം ദരാജനം ധരാജലക്കെട്ടി പടച്ചുലാദികർമ്മം ശന്തലമണ്ഡലം മർത്തവേഷസ്യാദം ജാവിദേഹ മന്ദവേദസ്യാദം അതുവേദ പരികുതരഘടകനം ശിഖദാവിത പ്രബാലഘടകം. ആ, വിടുതൽ വിടുതൽ വിടുതൽ. ആ, കത്തട്ടെ കത്തട്ടെ, ആത്മാവിൽ കത്തട്ടെ. ചിലത് കത്തി കരിയുന്നു,
ചില ബന്ധനങ്ങൾ പൊട്ടിമാറുന്നു. ഉറാബാസിയ ആ കൂട്ട വിടുതൽ സംഭവിക്കുന്നു. ഒരു ഭവനത്തിൽ മാത്രമുള്ള വിടുതൽ, കൂട്ടമായുള്ള വിടുതൽ ഈ വചനത്തിന് മുൻപാകെ നടക്കുക, സംഭവിക്കുക, വെളിപ്പെടുകയാ. രാജാലഘടകം രാജാല ഹന്തരാജ ഹസ്താമാന ചുടകാരഗജ അത്തര മന്ദര രഗതനെ യേശുവിന്റെ നാമത്തിൽ. ഓ ജീസസ്. ഒരുമിച്ച് സ്തോത്രം ചെയ്തേ. പരിശുദ്ധാത്മാവ് ചില വിടുതലുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ശക്തമായി ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്തോത്രം ഒരുമിച്ച് പറഞ്ഞാട്ടെ. ഈ ഉപവാസം കഴിയുമ്പോൾ ചില ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചില വ്യക്തികളിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന പ്രിയ സഹോദരിയോട്, ആ തലമുറയോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഓർപ്പിക്കുന്നു. ശമന രഗതനി സന്തരാദിയ എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഒരു നല്ല കാഹളമാക്കി ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ദേശത്തൂതേണ്ടതിന്, സഭയ്ക്കകത്ത് പോലും കാഹളമൂതേണ്ടതിന് പരിശുദ്ധാത്മാവ് തന്നെ അഭിഷേകം ചെയ്ത് ശക്തമായിരിക്കുന്ന ഒരു അഭിഷേകത്തിൻ്റെ ഉടമയാക്കി ഈ ദിവസങ്ങളിൽ നിന്നെ അഭിഷേകം ചെയ്യും. ശമാധാന ഹന്തര രഗച്ചസിയാതയ ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു. ഒരു പ്രവാചികയാക്കി നിന്നെ കർത്താവ് എഴുന്നേൽപ്പിക്കും. സഭയ്ക്കകത്ത് പോലും ദൂത് പറയുവാൻ, വെളിപ്പാടുകൾ കണ്ട് ദൂത് പറയുവാൻ, നിന്റെ സമപ്രായക്കാർ പോലും മൂക്കിൽ കൈവച്ച് അതിശയിക്കുന്നത് പോലെയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ മേൽ കൈമാറ്റം ചെയ്ത് അതരാ ജലഘടകസ്യാദിയ ആമെ ഒരു അസാധാരണ അഭിഷേകത്തിൻ്റെ ഉടമയാക്കി ദൈവം നിന്നെ തീർക്കുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു. ശബദകരയ ദേശങ്ങൾ, രാജ്യങ്ങൾ, പട്ടണങ്ങൾ നിനക്ക് വേണ്ടി കാത്തു കിടക്കുന്നു. ഉദര ബലക ശമന രഗച്ചസിയ അനേകർക്ക് അസൂയ തോന്നത്തക്ക രീതിയിൽ ദൈവാത്മാവിൻ്റെ വിടുതൽ നിന്റെ മേൽ ഞാൻ കൈമാറ്റം ചെയ്യും. ധാരാതലഘടക മടക്കി വെച്ച റിക്കാർഡ്സുകൾ, ഫയലുകൾ ദൈവം നിനക്ക് വേണ്ടി അവൻ നിവർത്തിയെടുത്ത പ്രത്യേക നന്മകൾ, പുതുവഴികൾ തുറക്കുവാൻ ശക്തനായ ദൈവമെന്ന് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ചില സ്റ്റേജുകളിൽ എൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഞാൻ പിന്നെ ഒരുക്കിയെടുക്കും. അനേകർക്കൊരു വഴികാട്ടിയായി, അനേകർക്കൊരു ആശ്വാസമായി, ഇതാണ് നല്ല വഴിയെന്ന് ചൂണ്ടിപ്പറയുന്ന ഒരു ചൂണ്ടുപലകയാക്കിയൊക്കെ നിന്നെ കർത്താവ് എടുത്ത് ഉപയോഗിക്കുമെന്ന് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ശന്തര രഗതരഘടകസ്യ ഓ സ്തോത്രം, നിന്റെ വാഗ്ദത്തങ്ങൾ വെളിപ്പെടാൻ സമയമായെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദൈവം നിന്നെ ഉയർത്തും. യേശുവിൻ നാമത്തിൽ കരമടിച്ച് എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ചില മാതാപിതാക്കന്മാർ സന്തോഷിക്കാൻ പോകുകയാ. ഹബര അത്തര അന്തര ജഗനെ അക്ക മനാസിയ തര ജഗലെ ഓ ശബലഗതലഘടക. ഒരുമിച്ച് സ്വത്രം ചെയ്യാം, സ്വത്രം ചെയ്യാം. ഗതരഘടകം അതരാജലഘടക ശന്തന രഗതനസിയാദിയ ഊടാലബ. എല്ലാവരും പ്രാർത്ഥിച്ച യേശുവിന്റെ നാമത്തിൽ ആമേ സ്തോത്രം. ദൈവം ചിലരെ ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ പോകുകയാണ്. ധികാരാബലകയ സഭയുടെ അതിരുകൾ വിശാലപ്പെടും. അവസ്ഥകൾക്ക് മാറ്റം വരും. ആത്മാക്കളുടെ എണ്ണത്തെ വർദ്ധിപ്പിക്കും. കൂട്ട സ്നാനങ്ങൾ നടക്കാൻ പോകുകയാണ്. സ്ഥലം പരിമിതികളെ പൊളിച്ച് സ്ഥലം പോരാതെ വരികയോളം ഞാൻ കാണുന്ന വെളിപ്പാട് ഷിഫ്റ്റ് വെച്ച് ആരാധിക്കുന്നത് പോലെ വലിയ കൂട്ടത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കും. എഴുതി വെച്ച് പ്രാർത്ഥിച്ചോ യേശുവിൻ്റെ നാമത്തിൽ. ശബല എല്ലാവരും പ്രാർത്ഥിച്ചോ യേശുവിൻ്റെ നാമത്തിൽ. ധനത്തിൻ്റെ സ്ഥിതി മാറാൻ പോകുകയാ.
യേശുവൻ നാമത്തിൽ ശബലപരാധ ഉടബലഗതന ആമനി ആലയത്തിൻ്റെ സ്ഥിതി മാറും. ആത്മാക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കും. ഹാബാര അതിന് വിരുദ്ധമായി വ്യാപരിക്കുന്ന ഉടബലകയാണ്. ഉന്നത കുടുംബങ്ങൾ, ഉന്നത വ്യക്തികൾ, പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികൾ ഈ ചർച്ചിൽ വന്ന് ആരാധിക്കും. ചില ഗസറ്റഡ് പോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ, പോലീസ് അധികാരികൾ, മിനിസ്റ്റേഴ്സ് ബന്ധങ്ങൾ, ആമേൻ പറഞ്ഞാട്ടെ, ശബലബരക പൊളിറ്റിക്സ് അധികാരികൾ സഭയിൽ വരാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ ഉന്നത കുടുംബങ്ങൾ യേശുവിൻ നാമത്തിൽ കരമടിച്ച് പ്രാർത്ഥിച്ച് സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെടുന്ന ചില പ്രത്യേക അധികാരികൾ, മിനിസ്റ്റേഴ്സ് ബന്ധങ്ങൾ കടന്നു വന്ന് ആരാധിക്കും. ഞാൻ ആത്മാവിൽ വെളിപ്പാട് കാണുന്നു. പ്രാർത്ഥിച്ചോ. ഷിഫ്റ്റ് വെച്ച് രാവിലെ ഒരു കൂട്ടം ആരാധിക്കുമ്പോൾ തന്നെ അടുത്ത കൂട്ടം ക്യൂ നിൽക്കുന്നത് പോലെ ശലഭരഗതനിയ ആമേൻ. ഭാഷകൾ മാറി. മലയാളം മാത്രമല്ല, ഇംഗ്ലീഷ്, തമിഴ്, ശബാദ, ഹിന്ദി, ഈ 4 ഭാഷകളിൽ ദൈവത്തിന് മഹത്വമിറങ്ങും. യേശുവിൻ്റെ നാമത്തിൽ വാഗ്ദത്തങ്ങളെ മുടക്കുന്ന പൈശാചിക മേഖലകൾ ഈ പകൽക്കാലം അഴിഞ്ഞു മാറുന്നു. ഒരുമിച്ച് പക്ഷേ ഈ ബെമ്പായവുമായി ബന്ധപ്പെടുന്ന MC റോഡ് പോലെയുള്ള ബെമ്പായുമായി ബന്ധപ്പെടുന്ന ഒരു സ്ഥലത്തിൻ്റെ വിഷയത്തിൻ്റെ ക്രമീകരണങ്ങളും എന്തോ ദൈവാത്മാവ് കാണിക്കുന്ന ഈ ചർച്ചുമായി കണക്റ്റാകുന്ന ഒരു വെളിപ്പാട് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവൻ നാമത്തിൽ കരമടിച്ച് ശക്തിയോടെ യേശ് എന്തോ ആ സ്ഥലം ബംബായുമായി സുഡാലാബാര ശക്തരാദിയ യേശുവിൻ്റെ നാമത്തിൽ ശാനകട്ടി വേരജാന സന്തരാജ ഹത്തമാന സന്തരാദിയ. ആത്മാവ് പറഞ്ഞതുപോലെ പുതിയ പദ്ധതികൾ, പുതിയ ക്രമീകരണങ്ങൾ ദൈവാത്മാവ് ഈ ചർച്ചിൽ ആവിഷ്കരിക്കും. ദൈവം ചെയ്യാൻ പോകുക. തുരാമാന ഹന്തര രഗതനകടകസ്യാദിയ ആമേ ശുശ്രൂഷയ്ക്ക് ഒന്ന് അഴിച്ചു മണത് ദൈവാത്മാവിൻ്റെ പ്രവൃത്തി ശക്തിയോട് വെളിപ്പെടുമെന്ന് കർത്താവിൻ്റെ ആത്മാവിനെ കാണിക്കുന്നു. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഒരുമിച്ച് സ്തോത്രം ചെയ്താട്ടെ. നോർത്ത് ഇന്ത്യയുമായി ബന്ധപ്പെടുന്ന ഒത്തിരി ചർച്ചുകൾ ആമേ സ്ഥാപിക്കപ്പെടും. ആമേ സ്തോത്രം. ഈ ചർച്ചിൻ്റെ സംഘടനയുടെ ബ്രാഞ്ചുകൾ നോർത്ത് ഇന്ത്യയിൽ, ലോകരാജ്യങ്ങളിൽ ഇന്ന് ഉള്ളതുപോലെയല്ല, വലിയൊരു വളർച്ചയിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുന്ന കാഴ്ച ദൈവാത്മാവിനെ കാണിക്കുന്നു. ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതുപോലെ ബിബ്ലിക്കൽ സിമാനിയാരിയുമായി ബന്ധപ്പെടുന്ന ചില സ്തോത്രം ബൈബിൾ സ്ഥാപനങ്ങൾ, ബിബ്ലിക്കൽ പരമാകുന്ന ചില ആമേ സ്തോത്രം അടിസ്ഥാനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതുമായി ബന്ധപ്പെടുന്ന ബൈബിൾ കോളേജ് പോലെയുള്ള ചില അടിസ്ഥാനങ്ങൾ ദൈവാത്മാവ് ഇടാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി. ഇന്നുള്ളതല്ല, ഇന്ന് കരുതലല്ല, ഇന്ന് നേടിയതല്ല, പുതിയത്. ഒരുമിച്ച് സ്തോത്രം ചെയ്യാൻ കരമടിച്ച് അതിനെ സ്വീകരിക്കാം യേശുവിൻ നാമത്തിൽ. ജഗല ദഗര ശഗല ഘടക ജഗല ദഗജ സാധ ഭരക ഛേദ ഘടക സന്ത രഗജ. ഒരുമിച്ച് എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ച് തുരകെട്ടുക. ചില കുടിയിരിപ്പുകൾ ഇളകട്ടെ, ചില ശക്തികൾ അടിയട്ടെ. നിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിപ്പാൻ കഴിയാതിരിക്കുന്ന ഇരുട്ടിന്റെ ദുർവ്യാപാരങ്ങളെ ദൈവാത്മാവ് വെട്ടുകയാ. അഭിഷിക്തന്മാരെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാ. ശബദരഗതനയാ ശകലഗതരഘടകച്ചസിയാദിയ. യേശുവിൻ്റെ നാമത്തിൽ ചേർന്ന് സ്തോത്രം ചെയ്യാം.
അതരാ ജഗരഘടകസ്യ ഒരു അന്തികാല അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവദാസന്മാരെ ദൈവം ഒരുക്കിയെടുക്കും. ഈ സംഘടനയുടെ മുഖച്ഛായ മാറും, പേര് മാറും, സ്ഥിതി മാറും. പണ്ടത്തെ പോലെയല്ല, ഒരു വ്യത്യസ്ത സ്ഥിതിയിലേക്ക് പരിശുദ്ധാത്മാവ് ഇതിനെ വളർത്തുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ദൂത് പറയുന്നു. ആയിരക്കണക്കിന് സഭകൾ ചേർന്ന് ആരാധിക്കുന്ന മണ്ഡലങ്ങൾ, പുതിയ കൺവെൻഷൻ സെൻ്ററുകൾ, യേശുവൻ നാമത്തിൽ സ്റ്റേഡിയം പോലെയുള്ള കൺവെൻഷൻ ഗ്രൗണ്ടുകൾ ദൈവാത്മാവ് കാണിക്കുന്നു. ഒരുമിച്ച് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. യേസ്, കരമടിച്ച് എല്ലാവരും ചില കുടുംബങ്ങളിൽ വാഴുന്ന പൈശാചിക കുരു കഴിഞ്ഞു മാറുകയാ. ഖാരപരച്ച കത്തപരക്ക കച്ചകരാതി ശന്തര രഗതലഘടകസ്യാദിയ. സ്തോത്രം സ്തോത്രം. സന്തോഷരാമയം പറഞ്ഞാട്ടെ. കാലവനറിയാം, ഒത്തിയേൽ തോറ്റവനല്ല. അവനാരാ? അവൻ ജയം പ്രാപിച്ചവനാ. ഈ ജയിച്ച ജയാളിയായി ക്രിസ്തു എന്ന മണവാളൻ നമ്മുടെ അകത്തുള്ള കാലം വരെയും നമുക്ക് പിശാചിനെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഉണ്ടോ? പിന്നെ തെക്കിനെക്കുറിച്ച് പറയുന്നത് ഒത്തിരി കാര്യമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ കാര്യം പറയുകയാണ്. ബൈബിളിൽ വാക്യമുണ്ട്, അത് നിങ്ങൾക്കെല്ലാവർക്കും കാണാപ്പാടമാണ്. വടക്കിനോട് തരികയെന്നും തെക്കിനോട് ഇന്ന് പകൽക്കാലം തടുത്തു വെച്ചതിനെ ആത്മാവിൽ വെട്ടാൻ പോകുക യേശുവൻ. ഭാവിച്ചോ? നിന്റെ പ്രാർത്ഥനയെ തടുത്തു വെച്ചത്, സഭയുടെ വാഗ്ദത്തങ്ങളെ തടുത്തു വെച്ചതിനെ ആത്മാവിൽ വെട്ടുകയാ. യെസ്, കഥനയാ. വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വെക്കരുത്. തടുത്തു വെച്ചത്, നിന്റെ അവകാശത്തെ തടുത്തു വെച്ചത് യേശുവൻ നാമത്തിൽ ഇപ്പോൾ അഴിയുന്നു. നിന്റെ നന്മയെ തടുത്തു വെച്ചത്, നിന്റെ പ്രമോഷനെ തടുത്തു വെച്ചത് യെസ് അഴിയുന്നു. ഓ ഓ ഓ നിന്റെ തലമുറയുടെ വാഗ്ദത്തങ്ങളെ ശബാദാലകച്ചലാദരഘടകം ഈ ബന്ധരാജകലഘടകം അധവാദവാദഘടകതരഘടകതരഘടകം ഇഗതേ രവശത്തുനാദി ശബലപരപരകതരി. ആമേൻ, സ്തോത്രം. ആത്മാക്കളുടെ വിടുതലിനെ പോലും തടുത്തു വെക്കുന്ന ദുർവ്യാപാരമുണ്ട് കേട്ടോ. അതിന്ന് പകൽക്കാലം അഴിയാൻ പോകുകയാ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ആമേൻ. പുതിയ വ്യക്തികൾ സ്നാനപ്പെടരുത്, രക്ഷിക്കപ്പെടരുത്, ആത്മാക്കൾ കടന്നു വരാതിരിപ്പാൽ ആത്മാക്കളുടെ വിടുതലിനെ തടുത്തു വെച്ചത് ഈ ആമൻ പകൽക്കാലം അഴിയുന്നു. പ്രാർത്ഥിച്ചോ. യേസ്, നിന്റെ നന്മയെ തടുത്തു വെച്ചതിന് ശബലബലഘടകം ചൂടാ ശതബലബലഗതന ശമനഗതരഘടകസി. സ്തോത്രം ചെയ്താട്ടെ. വിശ്വാസമുണ്ടോ? ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. എനിക്ക് വാക്യമൊക്കെ എടുത്ത് തെളിയിക്കാൻ സമയമുണ്ടെങ്കിലും നിങ്ങൾ വീട്ടിൽ പോയി വായിച്ച അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം ഇങ്ങോട്ട് വായിക്കുമ്പോൾ, താഴോട്ട് വായിക്കുമ്പോൾ ആത്മാക്കളുടെ വിടുതലിനെ തടയുന്ന ദേശത്തിൻ്റെ ശക്തികളെ അവിടെ കാണാൻ കഴിയും. സ്തോത്രം. എങ്കിൽ അതൊന്നും കൂടെ ഒന്ന് വായിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. യെസ്, 19:4 മുതൽ ഒന്ന് വായിച്ചേ. അതിന് പൗലോസ് യോഹന്നാൻ മാനസാന്തര സ്നാനമത്രേ കഴിപ്പിച്ചു. തന്റെ പിന്നാലെ വരുന്നവനായ അപ്പോസ്തല പ്രവൃത്തി 19 ആണോ?
സ്വത്രം വായിച്ചേ. തൻ്റെ പിന്നാലെ വരുന്നവനായ 13-ാം അധ്യായമാണ്. 13-ാം അധ്യായം ഒന്ന് വായിച്ചേ. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സിലൂക്കിയയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി. 4-ാം വാക്യം. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി. പൗലോസിന്റെ മിഷണറി യാത്രയിൽ സംഭവിച്ച വിഷയങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. സ്തോത്രം. ആമേൻ പറഞ്ഞാട്ടെ. എല്ലാവരും അല്പനിമിഷം കൂടെ, ചില മിനിറ്റും കൂടെ ഈ ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കട്ടെ. സ്തോത്രം. ആത്മാവ് അവരെ മുൻപോട്ട് നയിച്ചു. പക്ഷേ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, ആമേൻ സ്തോത്രം, പരിശുദ്ധാത്മാവ് അവരെ വിലക്കിന. പരിശുദ്ധാത്മാവ് അവരെ വിലക്കി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ചില വഴികൾ അടഞ്ഞുവെങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ പ്രത്യേക വഴിക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ച് കാത്തിരുന്നു. സമയമായപ്പോൾ ഒരു മക്കദോന്യ വിളിയുണ്ടാകുന്നു. അവിടെ ഒത്തിരി പേര് മാനസാന്തരപ്പെടുന്നു. ലുദിയയുടെ ഹൃദയം തുറക്കുന്നു. ആമേൻ സ്തോത്രം. പിശാച് ബാധിച്ച ഒരു ശക്തി വിട്ടുമാറുന്നു. ആമേൻ പറഞ്ഞാട്ടെ. അതിൻ്റെ പ്രതിഫലമായി ഒത്തിരി സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നു. ശീലാസിനെ, പൗലോസിനെ ചന്തസ്ഥലത്ത് വലിച്ചടിച്ചു കൊണ്ടുവന്നതൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അവരെ ആമേൻ ചങ്ങലക്കിടുന്നു. ആമേൻ അവരർദ്ധരാത്രിയായപ്പോൾ പാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഏതാത്മാവ് വിലക്കിയോ അതേ പരിശുദ്ധാത്മാവ് കാരാഗ്രഹത്തിൽ ഇറങ്ങി വരുന്നു. ആമേൻ പറ. ഇന്ന് ആമേൻ ചില ചങ്ങലകൾ പൊട്ടാൻ പോകുകയാ. ചങ്ങലകൾ അഴിയാൻ പോകുകയാ. ചങ്ങലകൾ അഴിയട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിച്ച യേശുവിൻ നാമത്തിൽ. അബലബലകതനയാ. ആമേൻ സ്തോത്രം. ദേശാന്തരികളെ നടക്കുന്ന മന്ത്രവാദികളെ യഹൂദന്മാരല്ലാതിരിക്കവേ യഹൂദന്മാരായവർ ആമേൻ മന്ത്രവാദികളാ. ആമേൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ പൗലോസിന്റെ മിനിസ്ട്രിക്ക് നേരെ, ആത്മാക്കളുടെ ജയത്തിന് നേരെ അവകാശം പറഞ്ഞ് വ്യാപരിക്കുന്ന മന്ത്രവാദികൾ യേശുവിൻ നാമത്തിൽ പൗലോസിന്റെ മിനിസ്ട്രിക്ക് നേരെ ശക്തമായി വെല്ലുവിളിച്ചു. ആത്മാക്കളെ തടയുന്ന ദുർമന്ത്രവാദങ്ങൾ അഴിയാൻ പോകുക യേശുവിൻ നാമത്തിൽ. അവൻ 100 കണക്കിന് വ്യക്തികൾ വിടുവിക്കപ്പെടേണ്ട കാലഘട്ടം കഴിഞ്ഞു. ഈ പകൽക്കാലം വിശ്വസിച്ചോ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഈ ദിവസങ്ങൾ വെളിപ്പെടാൻ പോകുകയാ. ഒരു ഫിലിപ്പോസിനെ ശക്തീകരിച്ച ശമരിയെ ഉണർത്തേണ്ടതിന് ഫിലിപ്പോസിന്റെ മേൽ ദൈവ സാന്നിധ്യം പകർന്നുവെങ്കിൽ ഈ പകൽക്കാലം ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുകയാ. തടുത്തു വെച്ചതിനെ ദൈവം പൊട്ടിക്കുന്നു. ആത്മാക്കളെ തടുത്തു വെച്ചത് ദുരബലബല ഘടകയാ. ആമേ ശുശ്രൂഷയെ തടുത്തു വെച്ചത്, പ്രാർത്ഥനയെ തടുത്തു വെച്ചത്, നിന്റെ വിശ്വാസത്തെ തടുത്തു വെച്ചത്, നിന്റെ വിശുദ്ധിയെ തടുത്തു വെച്ചത്, നിന്റെ ആരാധന തടുത്തു വെച്ചത് ഈ പകൽക്കാലം അഴിഞ്ഞു മാറുകയാ. യെസ്. ശബബബബബലബലഗദന. ശബലബലഗദനയ. ശബലഗദലഗദഗദനയ. ഉടബലഗദനയ. ദൈവാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. നീ എന്നെ തെക്കേ ദേശത്തിലേക്കോ കൊടുത്തത്. സ്തോത്രം. പൈസലോ പൈസലോ. ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. അബ്രഹാം ലോത്തുമായി പുറപ്പെട്ടു. ഈ ദേശത്തെപ്പോൾ കാലുവെച്ചോ വചനം പറയുന്നു, അവരെ തമ്മിൽ സെപ്പറേറ്റാക്കി. ബന്ധങ്ങളെ മുറിക്കുന്ന, ആത്മബന്ധങ്ങളെ തടുത്തു വെക്കുന്ന, മുറിക്കുന്ന അതലകയ ദേശത്തിൻ്റെ ശക്തികൾ. ആമേൻ സ്തോത്രം. മണ്ണിൻ്റെ ശാപങ്ങൾ അഴിയുന്ന യേശുവിൻ നാമത്തിൽ. പ്രാർത്ഥിച്ചോ. ഒരുമിച്ച് ആരാധിക്കേണ്ടവരെ, ഒന്നിച്ച് നിൽക്കേണ്ടവരെ, ദൈവരാജ്യത്തിന് വേണ്ടി ഒന്നിച്ച് നിൽക്കേണ്ടവരെ പോലും സെപ്പറേറ്റാക്കി മാറ്റുന്ന, ഡിവൈഡാക്കുന്ന മണ്ണിന്റെ ദോഷങ്ങൾ ഈ നാളുകൾ അഴിയാൻ പോകുകയാ. പ്രാർത്ഥിച്ചോ. ശാപലഘട്ട വേദകരക്ക ധൂരകരച്ച. ഭാര്യഭർത്ത ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ, സ്തോത്രം
അഭിഷിക്തന്മാരും വിശ്വാസി സമൂഹവുമായുള്ള ബന്ധങ്ങളെ സപ്രറ്റാക്കുന്ന ശക്തികൾ ഈ പകൽക്കാലം അഴിഞ്ഞു മാറുന്നു. ഒരുമിച്ച് പ്രാർത്ഥിച്ച പോരാ. മാതാപിതാക്കന്മാരുമായുള്ള ബന്ധങ്ങളെ, ആത്മബന്ധങ്ങളെ സപ്രറ്റാക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ ഈ പകൽക്കാലം അഴിയുന്നു. ഓ, ഭക്തനായ ലോത്തിനെ ഒതുക്കിയ മണ്ണാണ്. യേസ്, നിന്റെ അഭിഷേകത്തെ ഒതുക്കി, നിന്റെ വാഗ്ദത്തങ്ങളെ ഒതുക്കി നിർത്തുന്ന മണ്ണിന്റെ ശാപദോഷങ്ങൾ യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽക്കാലം അഴിയുന്നു. സഭയുടെ യൂണിറ്റിയെ തകർക്കുന്ന, ബന്ധങ്ങളെ മുറിച്ചു മാറ്റുന്ന സകല ഇടപാടുകളും യേശുവിൻ നാമത്തിൽ അഴിയുന്നു. ഒരുമിച്ച് പ്രാർത്ഥിച്ചോ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകളെ കൊടുത്തു. മലയിലെ അനുഗ്രഹം, സ്വർഗത്തിലെ വാഗ്ദത്തം. ഭൂമി, താഴ്വര, ഭൂമിയിലെ അനുഗ്രഹം. ഈ രണ്ട് ഉറവകൾ ദൈവം തുറക്കാൻ പോകുകയാണ്. ദൈവം നമുക്ക് തുറന്നാൽ മലയിലെ അനുഗ്രഹമുണ്ട്, അത് സ്വർഗത്തിലെ അനുഗ്രഹമാണ്, അത് സ്പിരിച്വൽ ബ്ലെസ്സിങ്ങാ. താഴ്വര ഭൂമിയിലെ നന്മകളാ. ഈ രണ്ട് നന്മകളെ കൊണ്ട് നിറയ്ക്കുവാൻ കർത്താവ് വിശ്വസ്തനായ ദൈവമെങ്കിൽ ഇന്ന് പകൽക്കാലം അത് നാം പ്രാപിക്കാൻ പോകുക. എല്ലാ കണ്ണും ഒരു നിമിഷം അടച്ചാട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ധബരബലഗതനയ. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് ദൂതനെ സ്വീകരിക്കാൻ കഴിയുക? യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ധരബലബലഘടകസ്യ. ചില കുടുംബത്തിനകത്ത് രോഗക്കിടക്കയാക്കി മരണം പോലും കാണിക്കേണ്ടതിന് ശത്രു വെച്ച ചില പദ്ധതികൾ ഈ പകൽക്കാലം അഴിഞ്ഞു മാറുന്നു. എല്ലാവരും 40 നിമിഷങ്ങൾ എല്ലാ ബൈബിളും അടച്ചു വെച്ച് 40 നിമിഷം ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആരും മൗനമായിരിക്കും. എല്ലാവരും പ്രാർത്ഥിച്ച് ഉടകരകതരകടകസിയാന ധരാധനയ. ഇരിക്കുന്ന സഹോദരനോട് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, നിന്നെയും ഒരു വലിയ ലീഡർഷിപ്പിന് വേണ്ടി കർത്താവ് ഒരുക്കിയെടുക്കും. അസാധാരണമാകുന്ന വിളിയും തെരഞ്ഞെടുപ്പും നിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ദർശിക്കുന്നു. ദിവാരഘടകച്ചസിയാദിയ. ചിലതിനെ നയിച്ചുകൊണ്ട് പോകുവാൻ യൗവനക്കാര നിരയിൽ അത് പിൻപിലല്ല മുന്നിൽ നിൽക്കത്തക്കവണ്ണം ചില അധികാരങ്ങൾ കൈമാറ്റം ചെയ്ത് നിന്നെ ഞാൻ മുൻപോട്ട് നയിക്കും എന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ഒരു തീമോത്തിയോസിനെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആമേ സ്തോത്രം വിശ്വസ്തയോടെ നിന്നാൽ കാലഘട്ടം കഴിയുമ്പോൾ ഒരു തികഞ്ഞ അഭിഷിക്തദാസനാക്കി നിന്നെ ഞാൻ ഉയർത്തും. ദേശങ്ങൾ, രാജ്യങ്ങൾ നീ സഞ്ചരിക്കും. ദൂരാപാരകയ ഒരു ദേശാടന പക്ഷി എന്നതുപോലെ നിന്നെ ഞാൻ മുൻപോട്ട് നടത്തും. ചില വാഗ്ദത്തങ്ങൾ പിടിച്ചെടുക്കാനുണ്ട്. ആമാൻ എത്തിപ്പിടിക്കേണ്ട നന്മകളും അനുഗ്രഹങ്ങളും അത് പ്രാപിപ്പാൻ കഴിയാതെ ഒരു ഭാഗത്ത് ശത്രു ഒതുക്കിക്കളയുമ്പോൾ ദൈവത്തിനെ പുറത്തു കൊണ്ടുവരും. ചില വഴികൾ, അടഞ്ഞു കിടക്കുന്ന ഡോറുകൾ നിൻ്റെ മുമ്പിൽ തുറക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ച പോലും ആയിരിക്കാതെ എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ചില പുതിയ വാഗ്ദത്തങ്ങൾ നീ കാണാൻ പോകുകയാ. യേശുവിനെ പൊസിഷൻ ദൈവം മാറ്റും, സ്ഥിതി ദൈവം മാറ്റും. അസാധാരണമായ നന്മയുടെ ഉടമയാക്കി ദൈവത്തിനെ മാറ്റും. ചില പേപ്പറുകൾ സൈൻ ചെയ്യുന്നു, പുതിയ നന്മ വെളിപ്പെടുന്നു. ഒരു ഷിഫ്റ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചോ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും ചേർന്ന് കരമടിച്ച് അല്പനിമിഷങ്ങൾ പ്രാർത്ഥിച്ചേ. യേശുവിൻ്റെ നാമത്തിൽ ശക്തിയോടെ ആത്മാവിൽ പ്രാർത്ഥിച്ച് ആയിരിക്കുന്ന
ആ മകനോട് ഒന്ന് വിളിച്ച് സ്തോത്രം. കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, നിന്നെ രോഗിയാക്കി ബലഹീനപ്പെടുത്തി ശരീരെ അവൻ അസ്വസ്ഥത വരുത്തി നിന്നെ ഒതുക്കി വെക്കുവാൻ നോക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഈ പകൽക്കാലം അഴിഞ്ഞു മാറുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ. ഹടകരകതരകടക ശന്തന രഗതരകടകസിയാദിയ കാലബിനെ പോലെ ആയുസ്സിനെ വർദ്ധിപ്പിച്ച നിന്റെ ആയുസ്സുമായി ബന്ധപ്പെടുന്ന പോര് ഈ പകൽക്കാലം അഴിഞ്ഞു മാറുകയാ. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. ശക്തലകച്ചകരാതലകട്ടെ ചൂടകരംഗ ആത്മാവിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ധീരാജാന യേശുവിന്റെ നാമത്തിൽ ജയം ജയം. ചില കുടുംബങ്ങളോട് വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ ഈ പകൽക്കാലം അഴിഞ്ഞു മാറുന്നു. ഹക്കമ രഗതന രംഗല ജുഡഗസ്യാന പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ. ശബാദാന ഹദാര ജഗസ്യാദിയ അന്ധാലമ രഗതനയാദിയ അർത്ഥര എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, സ്വോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. വിദേശ യാത്രകളുമായി ബന്ധപ്പെടുന്ന പുതിയ ചില വഴികൾ തുറക്കുന്നു. ഉപവാസം കഴിയുമ്പോൾ ചില യാത്രയുടെ സെറ്റപ്പുകൾ ഇതിനകത്ത് കർത്താവ് തുറക്കപ്പെടുകയാ. ആമേൻ. ഫ്ലൈറ്റ് എൻബയിൽ കിടക്കുന്നു. മൂടൽ മഞ്ഞുകൊണ്ട് നിറയുന്ന അന്തരീക്ഷങ്ങൾ ദൈവം മാറ്റി പുതിയ ടേക്ക് ഓഫിന് കുതിക്കുന്നത് പോലെ ചില വാഗ്ദത്തങ്ങൾ വേഗത്തിൽ സംഭവിക്കപ്പെടുക. കരമടിച്ച് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന ചില അന്ധകാരത്തിൻ്റെ ആധിപത്യങ്ങൾ പകൽക്കാലം പൊട്ടുന്നു. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കട്ടെ. ആമേ സ്തോത്രം. ആന്ധരാധനീയ ഇതിനകത്ത് ചില മരണവ്യാധികൾ അഴിഞ്ഞു മാറുന്നു യേശുവിൻ നാമത്തിൽ. സൂയിസൈഡ് ടെൻഡൻസി പോലെ ദേശത്ത് അപമാനപ്പെടുത്തുവാൻ ആമേ യൗവനക്കാരെ വെല്ലുവിളിക്കുന്ന പൈശാചിക മേഖലകളുണ്ടല്ലോ, അഴിഞ്ഞു തുടങ്ങുന്നു. പ്രാർത്ഥിക്കാം. അസാധാരണ മരണങ്ങൾ, സാധാരണ മരണമല്ല, അസാധാരണ മരണങ്ങൾ ആത്മാവ് എടുത്ത് പ്രവചിക്കാൻ പറയുന്നു. സൂയിസൈഡ് ബന്ധനങ്ങൾ, മെന്റലി ഡിപ്രഷൻ സംബന്ധമാകുന്ന അനുഭവങ്ങൾ യൗവനക്കാരിൽ നിന്ന് അഴിഞ്ഞു മാറുന്നു. കുടുംബങ്ങളെ വേട്ടയാടുന്ന ആ പൈശാചിക പോലെ അടിയട്ടെ. ചില വ്യക്തികൾ പ്രാർത്ഥിച്ചോ. കാമാരാബ അക്കാമ അക്കാമ രാബാല കാമ ശന്തന യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്ന എല്ലാവരും ചേർന്ന് ശബലബരഗതന ഹന്തരഘടകയാദിയ എന്തോ ഹന്തരാദി അക്കാമ എന്തോ അങ്ങനെ കാണിക്കുന്നു. അക്കാമ യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ആത്മാവിൽ ശക്തിയോടെ പ്രാർത്ഥിക്കാം. വിടുതൽ വിടുതൽ വിടുതൽ. ചേർന്ന് ആരാധിച്ചോ. ഓ ശാബ ബാബ ധാര ഝാല ഝാന. ഒരു നിമിഷം എല്ലാവരും ചാടി എഴുന്നേറ്റട്ടെ. ചാടി എഴുന്നേൽക്കാം, ചാടി എഴുന്നേൽക്കാം, ഒരുമിച്ച് എഴുന്നേൽക്കാം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ബൈബിളും കസേര ഉപചെടുത്ത് ചാടി എഴുന്നേൽക്കാം. ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോകുകയാ. ദൈവിക വിടുതൽ വേണ്ടവർ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയാട്ടെ. ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങളെ വിടുവിക്കാൻ പോകുകയാ. ഈ വചനത്തിൻ്റെ മഹത്വം ഈ ദിവസങ്ങളിൽ ചില വ്യക്തികളിൽ ഭവനങ്ങളിൽ ആഴമായി വെളിപ്പെട്ട് വരും. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുക? ആമേൻ സ്തോത്രം. ചർച്ചിനകത്ത് നിന്ന് ചില ആമേൻ പ്രതിസന്ധികൾ അഴിഞ്ഞു മാറുന്നു. അപ്പോൾ തന്നെ ചില വാഗ്ദത്തങ്ങൾ ഉപവാസം കഴിയുമ്പോൾ ചില ഭവനങ്ങളിൽ വെളിപ്പെടാൻ പോകുകയാ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും വാതൊരു 40 മിനിറ്റും കൂടെ പ്രാർത്ഥിച്ചാട്ടെ, ശക്തിയോടെ പ്രാർത്ഥിച്ചാട്ടെ. ശാലാബാരാബാദ രാജാലയ ശന്തര രഗതനയാദിയ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നിന്റെ വാഗ്ദത്തങ്ങളെ തടയിടുന്ന, നിന്റെ പ്രമോഷനെ തുറന്നു വെച്ചത് ഇപ്പോൾ അഴിഞ്ഞു മാറുകയാണ് യേശുവിൻ നാമത്തിൽ. നിന്റെ പ്രാർത്ഥനയെ പോലും തടുത്തു വെച്ചത് ഈ പകൽക്കാലം അഴിഞ്ഞു മാറുന്ന വെളിപ്പാട്
ഓ മണ്ണിൻ്റെ ശാപങ്ങൾ, മണ്ണിൻ്റെ ശക്തികൾ ഒന്നിനോടൊന്ന് ചേരുവാൻ കഴിയാതെ അബ്രഹാമിനെ ലോത്തിനെ തമ്മിൽ സെപ്പറേറ്റ് ആക്കിയതുപോലെ ഭക്തനായ ലോത്തിനെ ഒതുക്കിക്കളഞ്ഞ മണ്ണിൻ്റെ ശക്തികൾ അഴിഞ്ഞു മാറുന്നു. അഭിഷിക്തന്മാരുടെ മിനിസ്ട്രിയെ തടയിടുന്ന ആ ദുർവ്യാപാരം അഴിഞ്ഞു മാറുകയാ. ഒരുമിച്ച് പ്രാർത്ഥിക്കുക അഭിഷേകത്തോടെ. ഓ ആ യെസ്. ഹടബരഗജ ഘടകരഗജ ഘടകരഗജ ശമന ഘടക ഉടകരഗജ ദീപജാന തരാജ ശന്തരേജ അത്തുരച്ച പത്മരാജ ഘടകരഗ. യെസ്. ആത്മനിറവിൽ ആരാധിച്ചോ. ശമനവേദ ചുടകരഗജ അടകരഗജ ശമന ഘടക താലഗച്ചസ് ചൂടമാന ചന്ദരേജ ധീരജാന ഹസ്തരാജ വൈരമണ്ഡ താരഗച്ചസ് ഭൂരജാന അന്തരാജ. യേസ്. അഭിഷേകത്തോടെ അഭിഷേകത്തോടെ പരമ്പരാവ ചൂട ഭേദകാര ജാന ജാന അടിക ജഗൽ. കരമടിച്ച് പ്രഭാവശ്യം കൂടെ സ്തോത്രം ചെയ്യുക, ശക്തിയോടെ സ്തോത്രം ചെയ്യുക. കരമടിച്ച് അഭിഷേകത്തോടെ കർത്താവിനെ ആരാധിക്കുക. യേശുവിൻ നാമത്തിൽ എല്ലാ തടസ്സങ്ങൾ അടിയട്ടെ, ദുർമന്ത്രവാദങ്ങൾ അടിയട്ടെ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ജയത്തിന്റെ പെട്ടകവുമായി കർത്താവ് വെളിപ്പെടട്ടെ, ജയം വെളിപ്പെടട്ടെ. അഭിഷേകത്തോടെ ആരാധിക്കുക. അംധരാജകതരയാതി. ഇന്ന് പകൽക്കാലം കേൾപ്പിച്ച വചനത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യം ഈ പകൽക്കാലം പകർന്ന കൃപയ്ക്കായി കരങ്ങളെ വീശി നന്ദി പറഞ്ഞാട്ടെ. കർത്താവ് നമ്മളേവരെ സഹായിക്കട്ടെ. സമയം തന്ന ദൈവദാസന് നന്ദി ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശക്തിയോടെ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി ശക്തമായി ദൈവവചനത്തിലൂടെ സംസാരിച്ചു. അതെ, ഹല്ലേലൂയ. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. അപ്പനോട് ചോദിച്ചാൽ അവിടുന്ന് നൽകി തരുന്ന സ്വർഗീയ അപ്പനാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. സ്വർഗീയ അപ്പൻ, ഹല്ലേലൂയ. അപ്പൻ്റെ മുൻപിൽ ചോദിച്ചാൽ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങണം. ഈ ദിവസങ്ങളിൽ നമ്മോടുള്ള വാഗ്ദത്തങ്ങൾ നിറവേറ്റി തരുന്ന സ്വർഗീയ അപ്പൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അക്സ അപ്പനോട് ചോദിച്ചു, എനിക്കും ഒരു അവകാശം വേണം. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് അവകാശം പ്രാപിക്കുവാൻ, ഹല്ലേലൂയ, അതെ, അതിനുള്ള ആമേൻ ആമേൻ പരിശുദ്ധാത്മാവ് ആ അവകാശങ്ങളെ പ്രാപിപ്പാൻ നമുക്ക് ആമേൻ അവസരങ്ങളെ നൽകി തരികയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പിതാക്കന്മാർക്ക് കഴിയാത്തത് നമ്മുടെ തലമുറകൾക്ക്, ഹല്ലേലൂയ, അടുത്ത തലമുറകൾക്ക് ദൈവം കൈമാറാൻ പോകുകയാണ്. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകലും രാത്രിയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ആമേൻ കടന്നു വന്ന് ആമേ ശുശ്രൂഷയ്ക്കായി ദൈവനിയോഗത്തോടെ അയച്ച ദൈവദാസനെ ഓർത്ത് നമുക്ക് പിന്നെയും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. അഭിഷക്തനെ ഇന്ന് പകൽ ശക്തമായി ദൈവം ഉപയോഗിച്ചല്ലോ. ഹല്ലേലൂയ. പ്രവചനാത്മാവിൽ ദൂതുകൾ ആമേൻ ആമേൻ ഇതെല്ലാം നമുക്ക് നൽകി തന്നല്ലോ. ക്ലെമന്റ് ജോസ് അഭിഷക്തൻ, ബഹുമാന്യ പാസ്റ്ററെ ദൈവം പിന്നെയും ശക്തമായി ഉപയോഗിക്കണം, കുടുംബമായി അനുഗ്രഹിക്കണം. വൈകിട്ടും കർത്താവ് അവിടുന്ന് ശക്തമായി ഉപയോഗിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് കൃത്യമായി ഇടപെട്ടല്ലോ. നമ്മെ സ്നേഹിക്കുന്ന ഒരു അപ്പൻ സ്വർഗത്തിൽ ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ചേർന്നെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കോശിപ്പണിക്കർ ദൈവദാസൻ ചുരുക്കമായി പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ഈ പകലത്തെ സെഷൻ അവസാനിപ്പിക്കും. ഒരുമിച്ച് കർത്താവെ കടന്നു വന്ന് ഹല്ലേലൂയ സ്തോത്രം. കർത്താവെ ഈ നാലാമത്തെ സെക്ഷനിൽ കർത്താവെ
ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ദൈവമേ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, തുടങ്ങി വെച്ച ഹല്ലേലൂയ ഫാസ്റ്റിംഗ് പ്രേയറിന്റെ ആരംഭം മുതൽ ഇന്നുവരെയും ശക്തന്മാരായ ദൈവദാസന്മാരോട് കേൾപ്പിച്ച എല്ലാ ദൈവത്തിൻ്റെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ആ വചനത്തിന് മുമ്പിൽ പൂർണ്ണമായ അനുസരണയോടെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, യൗവനക്കാരെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ദൈവദാസന്മാരെ അനുഗ്രഹിക്കണമേ, സഹോദരിമാരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേൾപ്പിച്ച നല്ല ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ചോദിച്ചു കൊടുക്കുക, ജാതികളെ ഞാൻ അവകാശമായി, ഭൂമിയുടെ അറ്റം വരെ ഞാൻ അവകാശമായി തരാമെന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവെ, അവിടുന്ന് ഈ സഭയോടുള്ള ദൂത് കർത്താവെ, വ്യക്തിപരമായ ദൂതുകളെല്ലാം കർത്താവെ അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. അത് സംഭവിക്കട്ടെ കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവദാസന്മാരെ 4 പേരെയും കരങ്ങൾ ശക്തമായി അവിടുന്ന് ബലപ്പെടുത്തി ശക്തിയോടെ നടത്തുന്നതിനായി സ്തോത്രം. ഇന്ന് വചനം പറഞ്ഞ കർത്താവിന് ദാസനെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹമായി ശക്തമായി പിന്നെ അവിടുത്തെ കരങ്ങൾ ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത ഇന്നത്തെ കർത്താവെ 2ാമത്തെ സെക്ഷനിലേക്ക് അനുഗ്രഹമായി ശക്തിയോടെ കരങ്ങളിൽ പിന്നെ ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയങ്ങൾ കടന്നു വന്ന സമയം മുതൽ അവിടെ തിരുസാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുണ്ടായിരുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെല്ലാം ഒരിക്കൽ കൂടി താഴ്ത്തി സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണം, സഹായിക്കണം. മഹത്വമെല്ലാം കർത്താവിന്, യേശുവിന്റെ നാമത്തിന് സ്വർഗീയ പരമപിതാവേ, ആമേൻ. നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. സമാധാനത്തോടെ നമുക്ക് ഇപ്പോൾ പിരിയാം. വൈകിട്ട് കൃത്യം 7 മണിക്ക് തന്നെ ഇവിടെ പ്രാർത്ഥിച്ച് ആരംഭിക്കും. എല്ലാവരും ആവലോടെ കടന്നു വരിക, മറ്റുള്ളവരെ കൂടെ കൂട്ടിക്കൊണ്ടുവരിക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.